അതിനേറ്റവും സ്നേഹിക്കുകയും സഹോദരതുല്യം കരുതുകയും ഒക്കെ ചെയ്യുന്ന ആദരണീയനായിരിക്കുന്ന ഷിജു ബേബി അച്ഛൻ, ഏറ്റവും പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, വളരെ സന്തോഷത്തോടു കൂടെയാണ് ഈ ദേവാലയത്തിലേക്ക്, ഈ കോർണർ യോഗത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം തമ്പുരാൻ കൃപ തന്നത്. കാരണം അച്ഛൻ ഓർപ്പിച്ചതുപോലെ കൊല്ലം ഭദ്രാസനത്തിന്റെ ഭാഗമായിരുന്നപ്പോൾ അഭിവന്യ എപ്പിഫാനിയോസ് തിരുമനസിനോടൊപ്പവും അല്ലാതെ തിരുവചന ധ്യാനത്തിനും സെന്റ് തോമസ് ഗോസ്പൽ ടീമിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ പങ്കുചേർന്നും ഈ ദേവാലയത്തിൽ അനവധി വട്ടം വരുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ കൃപ തന്നു. വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം ഈ സന്ധിയിൽ തിരുവചനത്തിന്റെ തണലിൽ ആയിരിക്കാൻ ദൈവം നൽകിയ ആ വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ നോമ്പിന്റെ 3-ാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അടുത്ത ബുധനാഴ്ചയാകുമ്പോൾ പകുതി നോമ്പാകും. പിന്നെ നോമ്പ് 15 ദിവസമേ ഉള്ളൂ. പിന്നെ പീഠാനുഭവാരാചരണങ്ങളുടെ ക്രമീകരണമാണ്. അപ്പോൾ ഒരു നോമ്പ് കൂടെ എത്ര വേഗത്തിലാണ് നമ്മെ കടന്നു പോകുന്നത് എന്നോർക്കുക. ഈ നോമ്പെന്ന് പറയുന്നത് പലപ്പോഴും കേൾക്കുമ്പോൾ നമുക്കൊരു നൊമ്പരം തോന്നാമെങ്കിലും, കാരണം നമ്മുടെ ചില ജീവിതചര്യകളിൽ നിയന്ത്രണം ആവശ്യപ്പെടുന്നുണ്ട് നോമ്പ്, അല്ലേ? അതുകൊണ്ടാ ചിലപ്പോഴും ഉറക്കെ സംസാരിക്കുമ്പോൾ അച്ചായൻ അമ്മാമ്മയോട് പറയടി നോമ്പ് അത്രയൊന്നും വേണ്ട എന്നില്ലേ? അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില നിയന്ത്രണങ്ങൾ വേണ്ട കാലഘട്ടമാണ് നോമ്പ്. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ചില നൊമ്പരങ്ങളൊക്കെ തോന്നാം, കാരണം ഇത്രയധികമൊക്കെ നിയന്ത്രണങ്ങൾ വേണമോ എന്ന്. എന്നാൽ ഞാൻ നിങ്ങളും ഓർക്കുക, ആത്മീക ജീവിതത്തിലെ വസന്തകാലമാണ് നോമ്പെന്ന് പറയുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, ഒരു ഭക്തന്റെ ജീവിതത്തിലെ വസന്തകാലമാണ്. പ്രകൃതിയിൽ ഒരു വസന്തം വിരിയുമ്പോൾ പൂക്കൾ വിടരും, അല്ലെ? ഇലകളൊക്കെ തളിർക്കും, സുഗന്ധം ചുറ്റുപാടും വീശും. പ്രകൃതിയിൽ അപ്രകാരം ഒരു മാറ്റമുണ്ടെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതത്തിലെയും വസന്തകാലമാണ് നോമ്പുകാലം എന്ന് പറയുന്നത്. അതേ, ഭക്തിയുടെ സുഗന്ധം വീശുന്ന കാലഘട്ടം. അതെ, നമുക്കറിയാം നോമ്പിന്റെ പ്രധാന പ്രത്യേകതയാ പ്രാർത്ഥനയും ഉപവാസവും എന്നുള്ളത്, അല്ലെ? പ്രാർത്ഥനയും ഉപവാസവും, മുടങ്ങാതെയുള്ള യാമപ്രാർത്ഥനകൾ നോമ്പിൽ നിർബന്ധമായി. 7 യാമത്തിലെയും പ്രാർത്ഥന. അതുകൊണ്ടാണ് ഇടദിവസങ്ങളിൽ സന്ധ്യ, സൂത്താറ, രാത്രി, പ്രഭാതം, 3-ാം മണി, 6-ാം മണി, 9-ാം മണി, 40 കുമ്പിടി എന്ന ക്രമത്തിൽ ഇങ്ങനെ ക്രമമായി യാമപ്രാർത്ഥനകൾ നിർവഹിക്കുന്നത്. അതേ, പ്രാർത്ഥന നോമ്പിലെ അനിവാര്യതയാണ്. അതുപോലെ തന്നെയാണ് ഉപവാസം എന്ന് പറയുന്നത്. കൂടെ വസിക്കുന്ന അനുഭവം, ദൈവത്തോട് ചേർന്നിരിക്കുന്ന അനുഭവം. തീർച്ചയായും ഈ ആത്മീക ജീവിതത്തിൽ നോമ്പിൽ നാം അനുരൂപരാകുമ്പോൾ, ചേർന്ന് നിൽക്കുമ്പോൾ, അത് അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിൽ വിടരും എന്നുള്ളത് ഈ തിരുവചനവും അതുപോലെ തന്നെ നോമ്പ് അനുഷ്ഠിച്ചവരുടെ ജീവിതവും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും ദൈവസന്നിധിയിൽ നാം ചേർന്ന് നിൽക്കുമ്പോൾ, നോമ്പിലൂടെ ദൈവസന്നിധിയിൽ നാം അടുത്തു വരുമ്പോൾ, അത് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന്റെ കാലമാണ്, മറക്കരുത്. മാത്രമല്ല നമ്മുടെ ജീവൻ പൂത്തുലയുന്ന കാലഘട്ടമാണ്. പക്ഷേ ഇന്നിന്റെ കാലഘട്ടത്തിൽ പലപ്പോഴും ജീവനേക്കാൾ ഉപരി നമ്മുടെ ജീവിതത്തിൽ ലൗകിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് നാം പലപ്പോഴും പ്രാധാന്യം നൽകുന്നത്. ജീവനേക്കാൾ ഉപരി ലൗകിക നേട്ടത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. പലപ്പോഴും ഇന്ന് നോമ്പിൽ നാം പരാജയപ്പെട്ടു പോകുന്നത് ഭക്ഷണത്തിൽ തന്നെയാണ്. ആദിമ മാതാപിതാക്കൾ ഏദനിൽ പരാജയപ്പെട്ടത് എവിടെയാണോ, ഇന്നും നാം അതിൽ പരാജയപ്പെട്ടു പോകുന്നു. ഭക്ഷണത്തിലാണ് ആദിമ മാതാപിതാക്കൾ പരാജയപ്പെട്ടത്. അതേ പ്രലോഭനമാണ് കർത്താവിന്റെ മുമ്പാകെയും പിശാച് വെച്ചത്. പക്ഷേ പിശാച് അവനെ ജയിക്കുന്നു. പക്ഷേ ഇന്ന് ഭക്ഷണമോഹത്തിൽ പലപ്പോഴും നാം പരാജയപ്പെടുന്നത് കൊണ്ട് നാം സാത്താന് പരാജയപ്പെടുന്ന അനുഭവത്തിലേക്കാണ് വീണ്ടും പോകുന്നത്. അച്ഛനൊരു കഥയൊക്കെ പറയുകയുണ്ടായി. കഷ്ടപ്പാടിന്റെ അനുഭവത്തിൽ നന്മകൾ ചെയ്തതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടായ ഒരു അനുഭവം, അല്ലേ? ഞാനൊരു ചെറിയ കഥ വായിച്ചത് പ്രകാരമാണ്. ഒരു മാൻപേട ഉച്ചയ്ക്ക് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് വിശ്രമിക്കുകയാണ്. പെട്ടെന്നാണ് ശത്രുവിന്റെ പതനം അതിന്റെ കാതിൽ വീണത്. പെട്ടെന്ന് ചാടി എഴുന്നേറ്റു അത്. കാരണം മാനിനെയൊക്കെ ആക്രമിക്കുന്ന ദുഷ്ടമൃഗങ്ങൾ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ജാഗ്രതയോടെ അത് ജീവിക്കുന്നത്. അത് തലപൊക്കി നോക്കിയപ്പോഴാണ് ഇതാ ഒരു പുലി തന്റെ നേരെ വരുന്നു. അത് പേടിച്ച് അതിവേഗത്തിലോടി. നമുക്കറിയാം മാനിനേക്കാൾ വേഗം പുലിക്കാണ്. പുലിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വേഗതയുള്ള ജീവി. പക്ഷേ മാൻപേട അതിവേഗത്തിലോടി. പുലി ഏറെ ഓടിയിട്ടും മാൻപേടയെ പിടിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ പുലി ക്ഷീണിച്ചു. കാരണം അതൊത്തിരി വിശന്ന് ക്ഷീണിച്ചിരുന്നത് കൊണ്ടാണ് അതങ്ങ് ക്ഷീണിച്ചു പോയി.
അത് എന്ന് ഒരിടത്ത് ഇങ്ങനെ അങ്ങ് കിടന്നു ക്ഷീണിച്ച്. മാൻപേട അല്പം ദൂരെ മാറിയിരുന്ന് പുലിയെ നോക്കി. കാരണം എന്താ അതിന്റെ അടുത്ത നീക്കമെന്നറിയണ്ടേ. ഇപ്പോഴെ പുലി പറഞ്ഞു, ഇന്ന് നീ രക്ഷപ്പെട്ടു എന്ന് കരുതി നീ സന്തോഷിക്കണ്ട, ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ ഞാൻ പിടിക്കും. ഉടനെ മാൻപേട പറഞ്ഞു, ഇല്ല, നീ എന്നെ പിടിക്കുകയില്ല. ഉടനെ പുലി പറഞ്ഞു, അത്രയ്ക്ക് ആത്മവിശ്വാസമൊന്നും വേണ്ട, ഇന്നെനിക്ക് അല്പം ക്ഷീണമായിരുന്നു, നിന്നെ ഞാൻ നോട്ടമിട്ടിരിക്കുക, ഇന്നത്തെ പിള്ളേരുടെ പദത്തിൽ പറഞ്ഞ സ്കെച്ച് ചെയ്തിരിക്കുക അല്ലേ, അതുകൊണ്ട് നിന്നെ ഞാൻ പിടിച്ചിരിക്കും. ഉടനെ ഈ മാൻപേട ചോദിച്ചു, നീ എന്നെ ഒരിക്കലും പിടിക്കില്ല. ഉടനെ പുലി പറഞ്ഞു, അതെന്താ അങ്ങനെ പറയാൻ കാര്യം? ഇപ്പൊ മാൻപേട പുലിയോട് ചോദിച്ചു, നീ എന്നെ എന്തിനാ ഓടിച്ചത്? പുലി പറഞ്ഞു, ഞാൻ സത്യം പറയാൻ നിന്നെ തിന്നാൻ തന്നെ, നീ എന്റെ ആഹാരമാ, അതുകൊണ്ട് നിന്നെ തിന്നാൻ തന്നെയാണ് ഞാൻ ഓടിച്ചത്. ഉടനെ മാൻപേട പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ എന്നെ പിടിക്കുകയില്ല. അതെന്താ? നീ എന്നെ തിന്നാൻ ഓടിച്ചെങ്കിൽ ഞാൻ എന്തിനു വേണ്ടി ഓടിയെന്നറിയാമോ? നീ ജീവന് വേണ്ടിയിട്ടാണ് ഓടിയത് അല്ലേ? അതെ, ഞാൻ എന്റെ ജീവന് വേണ്ടിയിട്ടാണ് ഓടിയത്. ആ മാൻപേട പറയുകയാ, ആഹാരത്തിന് ഓടുന്നതിനേക്കാൾ വേഗം ജീവന് വേണ്ടി ഓടുന്നവനുണ്ട്. ആഹാരത്തിന് വേണ്ടി ഓടുന്നവനേക്കാൾ വേഗം ജീവന് വേണ്ടി ഓടുന്നവനുണ്ട്. ഞാൻ നിങ്ങൾ ഓർക്കുക, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുന്നത് നമ്മുടെ സന്തോഷത്തിനും നേട്ടങ്ങൾക്കും വേണ്ടി ജീവിതം സമർപ്പിക്കുമ്പോഴാണോ? ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിക്കുക. ഒരു ചെറിയ വാക്യം ഞാനൊന്ന് ഓർപ്പിക്കുകയാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 25-26 വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 25-26 വാക്യം. ഏലിയാവിന്റെ കാലത്ത് ആകാശം മൂവാണ്ടും 6 മാസവും അടഞ്ഞിട്ട് ദേശത്തെങ്ങും മഹാക്ഷാമമുണ്ടായപ്പോൾ ഇസ്രായേലിൽ പല വിധവമാർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ സീദോനിലെ സരപ്തയിൽ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ അവരുടെ ആരുടെ അടുക്കലേക്കും ഏലിയാവിനെ അയച്ചില്ല. അതെ, തിരുവചനം പറയുന്നു, ഏലിയാവിന്റെ കാലത്ത് 3 വർഷവും 6 മാസവും 3.5 വർഷം ദേശത്ത് മഴ പെയ്തില്ല. 6 മാസം ദേശത്ത് മഹാക്ഷാമമുണ്ടായി. ആ കാലഘട്ടത്തിൽ ഇസ്രയേലിൽ പല വിധവമാരുണ്ടായിരുന്നിട്ടും സീദോനിലെ സരപ്തയിലെ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ ദൈവം ഏലിയ പ്രവാചകനെ അയച്ചില്ല. ഇതെപ്പോഴാ കർത്താവ് പറഞ്ഞതെന്നറിയാമോ? യെരൂശലേം ദേവാലയത്തിൽ പ്രസംഗിക്കുവാനായിട്ട് നിന്നപ്പോഴാണ്. പലരും അത്ഭുതത്തോടെ അവനെ നോക്കി, ഇവനാര്? ഇവൻ യോസഫിന്റെ മകനല്ലേ? തച്ചന്റെ മകനല്ലേ? മറിയയുടെ മകനല്ലേ? ഇത്ര വലിയ ജ്ഞാനം എവിടെ? അപ്പോഴാണ് കർത്താവ് അവരോട് പറയുന്നത്, ഏലിയാവിന്റെ കാലത്ത് 3 വർഷവും 6 മാസവും ദേശത്ത് കഠിനമായ ക്ഷാമമുണ്ടായി. എന്നാൽ സീദോനിലെ സരപ്തയിൽ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ മറ്റാരുടെ അടുക്കലേക്കും ദൈവം ഏലിയ പ്രവാചകനെ അയച്ചില്ല. എന്താണ് ആ വിധവയുടെ പ്രത്യേകത? അത്രയധികം വിധവമാർ ആ ദേശത്തുണ്ടായിട്ടും ആ സരപ്തയിലെ വിധവയുടെ പ്രത്യേകത എന്താ? അതറിയണമെങ്കിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം നാം ഒന്ന് വായിക്കണം. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 10 മുതൽ വായിക്കുമ്പോൾ ആ ചരിത്രം തിരുവചനത്തിലൂടെ നമുക്ക് വെളിവാക്കി തരികയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 10 മുതലുള്ള വാക്യം ഇപ്രകാരം നാം വായിക്കുന്നു. അങ്ങനെ അവൻ എഴുന്നേറ്റു സാരഫാത്തിന് പോയി. അവൻ പട്ടണവാതിക്കൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരുന്നു. അവൻ അവളെ വിളിച്ചു, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ ഒരു കഷ്ണം അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുപോരണമേ എന്ന് അവൻ അവളോട് വിളിച്ചു പറഞ്ഞു. അതിന് അവൾ, നിന്റെ ദൈവമായ യഹോവയാണ്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പമെണ്ണയും മാത്രമല്ലാതെ എനിക്കൊരു അപ്പവുമില്ല. ഇതാ ഞാൻ 2 വിറക് പെറുക്കുന്നു. ഇത് കൊണ്ടു ചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. ഏലിയ അവളോട്, ഭയപ്പെടേണ്ട, നീ ചെന്ന് പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരട ഉണ്ടാക്കിക്കൊണ്ടുവരിക, പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. യഹോവ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോവുകയുമില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ കാലം അഹോവൃത്തി കഴിച്ചു. അതെ, അനുഗ്രഹം നിറഞ്ഞു കവിഞ്ഞ ഒരു വിധവയുടെ ഭവനത്തെ കുറിച്ചാണ് പറയുന്നത്. കർത്താവ്
തന്റെ സമകാല സമൂഹത്തോട് പറയുകയാണ്, അതേ 3 വർഷവും 6 മാസവും ദേശത്ത് ക്ഷാമമുണ്ടായപ്പോൾ ദൈവം ഏലിയ പ്രവാചകനെ അയച്ചത് സരപ്തയിലെ ഒരു വിധവയുടെ അടുക്കിലേക്ക് മാത്രമാണ്. ആ വിധവയ്ക്ക് എന്താ ഇത്ര പ്രത്യേകതയെന്ന് നോക്കിയപ്പോഴാണ് ആ വിധവയുടെ ചരിത്രം തിരുവചനത്തിലെ വാക്കുകളിലൂടെ വിരിയുന്നത്. തിരുവചനം വായിക്കുമ്പോൾ ആ ചരിത്രം ഞാനൊന്ന് പറഞ്ഞു തരാം. പ്രത്യേകിച്ച് ഏലിയാവിന്റെ കാലം എന്ന് പറയുന്നത് BC 9-ാം നൂറ്റാണ്ടാണ്, അല്ലേ? അതെ, കർത്താവിന് മുമ്പ് എത്രയോ കാലഘട്ടത്തിന് പിന്നിലാണ് BC 9-ാം നൂറ്റാണ്ട്. അന്ന് ഇസ്രായേലിനെ ഭരിച്ചിരുന്നത് ആഹാബ് രാജാവാണ്. ആഹാബ് രാജാവിനെ കുറിച്ച് പറയുന്നു, അവൻ ശക്തനായിരുന്നു, മഹാനായിരുന്നു, പ്രഗത്ഭനായിരുന്നു, യുദ്ധ നിപുണനായിരുന്നു. അവൻ ശക്തനും പ്രഗത്ഭനും ശ്രേഷ്ഠനുമൊക്കെ ആയപ്പോൾ അവൻ ദൈവത്തെ മറന്നുപോയി. പഴയ നിയമം പരിശോധിക്കുമ്പോൾ ദൈവകൽപ്പന അനുസരിച്ച് ദൈവജനത്തെ മേയിച്ചു ഭരിക്കുവാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാ രാജാവും പുരോഹിതനും പ്രവാചകനും. എന്നാൽ ദൈവത്താൽ നിയമിക്കപ്പെട്ട, ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട രാജാവായിരുന്ന ആഹാബ് ദൈവത്തിന് അനിഷ്ടമായി പ്രവർത്തിച്ചു. മോവാബ്യ സ്ത്രീയായ ഇസബേലിനെ ഭാര്യയായിട്ടെടുത്തു. അതിലും അവൻ തെറ്റ് ചെയ്തു. ഇസബേൽ വെറും കൈയോടെയല്ല ഇസ്രായേലിൽ വന്നത്. പിന്നെയോ അമോനിയ ബാലിന്റെ വിഗ്രഹങ്ങളെയും അതുപോലെ തന്നെ പ്രവാചകന്മാരെയും ഒക്കെ ചേർത്തുകൊണ്ടാണ് വന്നത്. ജീവനുള്ള ദൈവത്തിന്റെ നാട്ടിൽ ബാൽ വിഗ്രഹങ്ങളുടെ സേവ ആരംഭിച്ചു. അശേര പ്രതിഷ്ഠകൾ ഉണ്ടായി എന്നാ പറയുന്നത്. ദൈവത്തിന്റെ ജനം ദൈവത്തെ മറന്നു. മാത്രമല്ല, ആഹാബിനെ പ്രസാദിപ്പിക്കുവാൻ, ഇസബേലിനെ പ്രസാദിപ്പിക്കുവാൻ പുരോഹിതന്മാരൊക്കെ കാലുമാറി, പ്രവാചകന്മാരൊക്കെ കാലുമാറി. ജനമെല്ലാം ആരുടെ കൂടെ ചേർന്നു? ഇസബേലിന്റെ കൂടെ ചേർന്നു, ബാലിന്റെ വിഗ്രഹത്തിന്റെ കൂടെ ചേർന്നു. ഒടുവിൽ ഏലിയാവ് ഒരു പ്രവാചകൻ മാത്രം ഒറ്റപ്പെട്ടു പോയി. അപ്പോഴാണ് ഇസബേൽ വീണ്ടും ക്രൂരത തുറന്നുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് ഒരു മനുഷ്യന്റെ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം രാജാവ് ആഗ്രഹിച്ചപ്പോൾ നാബോത്തിനെ അതിനിഷ്ഠൂരമായി കൊല്ലിച്ചിട്ട് രാജാവിന് മുന്തിരിത്തോട്ടം പിടിച്ചെടുക്കുവാൻ ഇസബേൽ ഒരു ക്രമീകരണം ചെയ്തു. ഇതറിഞ്ഞ ഏലിയാവ് ചെന്ന് പറഞ്ഞു, ഈ ചെയ്യുന്നത് തെറ്റാ. അത് കേട്ടപ്പോൾ ഏലിയാവിനോട് കോപം തോന്നി ഇസബേലിനും ആഹാബിനുമൊക്കെ. ഇസബേലിനോട് രാജാവ് ഏലിയാവ് പറഞ്ഞു, നിന്റെ രക്തം ഇസ്രായേൽ പ്രദേശത്ത് വെച്ച് നായ്ക്കൾ നക്കിക്കളെ. അതുകൊണ്ട് ഇസബേൽ ഏലിയാവിനെ കൊല്ലാൻ ആൾ വിട്ടു. ഏലിയാവ് അവിടുന്ന് പേടിച്ചോടി. ആ സമയത്താണ് ദേശത്തെങ്ങും കഠിനമായ ക്ഷാമമുണ്ടായത്. ദൈവത്തിന്റെ ജനം ദൈവത്തെ മറന്നപ്പോൾ, ദൈവത്തിന്റെ അഭിഷിക്തന്മാർ ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ ദേശത്തെങ്ങും മഹാക്ഷാമമുണ്ടായി, വറുതിയുണ്ടായി എന്ന് തിരുവചനം പറയുന്നു. ആ വറുതിയുടെ അനന്തരഫലമാണ് ഈ സാരഫാത്തിലെ വിധവയുടെ വാക്കിലൂടെ നാം കാണുന്നത്. പക്ഷേ ദേശത്ത് ഇത്രയധികം ക്ഷാമമുണ്ടായിട്ടും ദൈവത്തിന്റെ പ്രവാചകനായ ഏലിയാവിന്റെ അവസ്ഥ എന്താ? തൊട്ടു മുമ്പുള്ള വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അവൻ കെരീത്ത് തോടിന്റെ കരയിൽ സുരക്ഷിതമായി താമസിക്കുകയായിരുന്നു. ഈ ക്ഷാമകാലത്തൊക്കെയും കെരീത്ത് തോടിന്റെ കരയിൽ ഏലിയാവ് സുരക്ഷിതമായി താമസിക്കുക. ആഹാബിന്റെ കണ്ണവിടെ എത്തിയില്ല. ഇസബേലിന്റെ അന്വേഷകർ അവനെ കണ്ടെത്തിയില്ല. അതുകൊണ്ട് ഈ കെരീത്ത് തോടിന്റെ കരയിൽ ഏലിയാവിന് സുരക്ഷിതത്വം ഉണ്ടായിരുന്നു. വീണ്ടും അവിടെയോ സുഭിക്ഷതയുണ്ടായിരുന്നു. കാരണം രാവിലെയും വൈകിട്ടും കാക്ക അപ്പം ഉറച്ചിയായിട്ട് ആരുടെ അടുക്കൽ വരും? ഏലിയാവിന്റെ അടുക്കൽ വരും. ദേശത്തെങ്ങും ജലാശയങ്ങൾ വറ്റി വരണ്ടിട്ടും കെരീത്ത് തോട്ടിലെ വെള്ളം കുറഞ്ഞില്ല. അതുകൊണ്ട് തോട്ടിലെ വെള്ളം കുടിക്കും, ആഹാരം കഴിക്കും. സുരക്ഷിതത്വമുണ്ട്, സുഭിക്ഷതയുണ്ട്. അങ്ങനെയെങ്കിൽ മറ്റൊരിടത്തേക്ക് പോകുവാൻ നമുക്ക് ഇഷ്ടപ്പെടുവോ? നമ്മൾ ആഗ്രഹിക്കുവോ? സുരക്ഷിതത്വവും സുഭിക്ഷതയുണ്ടെങ്കിൽ മറ്റൊരിടത്തേക്ക് പോകാൻ നമ്മൾ ആരും ആഗ്രഹിക്കുകയല്ല. പക്ഷെ തിരുവചനം പറയുന്നു, ഏലിയ പ്രവാചകനെ യഹോവ വിളിച്ചു, നീ ഇവിടുന്ന് എഴുന്നേൽക്കണം. കാരണം ദൈവത്തിന് മനുഷ്യനെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. പ്രവാചകനെ ഇങ്ങനെ സുഖമായി ജീവിക്കുവാൻ വിടുക മാത്രമല്ല ദൈവത്തിന്റെ കടമ, ഇല്ലേ? ഈ ജനത്തെ കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ജനമെല്ലാം നശിച്ചു പോകുകയാ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. എഴുന്നേറ്റ് എവിടെ പോകണം? സാരഫാത്തിന് പോകണം. അവിടെ നിന്നെ കാപ്പാൻ ഞാൻ ആരെ കൽപ്പിച്ചിട്ടുണ്ട്? ഒരു വിധവയോടെ. അവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, പ്രവാചകനോട് ആരുടെ വീട്ടിലേക്ക് പോകാനാ പറയുന്നത്? ഒരു വിധവയുടെ വീട്ടിലേക്ക്. അതെ, പഴയ നിയമം പരിശോധിക്കുമ്പോൾ വൈധവ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശിക്ഷയായി കണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. കാരണം പഴയ നിയമ കാലഘട്ടത്തിൽ യഹൂദന്മാരുടെ ചിന്തയനുസരിച്ച് ദൈവത്തിന്റെ ശിക്ഷയാ അവര് വിധവയായി പോയത്. ഒരുപക്ഷെ ഇന്നിന്റെ കാലഘട്ടത്തിൽ സമൂഹത്തിൽ വലിയ പ്രയാസമൊന്നും നാം അനുഭവിക്കുന്നില്ല.
എന്നാൽ ഒരു 100 വർഷം മുമ്പ് നമ്മുടെ കൊച്ചു കേരളത്തിലൊക്കെ എന്തൊക്കെ അവഗണനയും പരിഹാസവും അങ്ങനെയുള്ള സമൂഹം നേരിട്ടിരുന്നു എന്ന് ചരിത്രമൊക്കെ ഒന്ന് പരിശോധിച്ചാൽ മതി, ഇല്ലേ? ഭർത്താവിന്റെ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യണം, മാത്രമല്ല അവരുടെ ദുസ്സഹമായ ജീവിത ശൈലികളെ കുറിച്ചൊക്കെ ചരിത്രം പറയുന്നുണ്ട്. ഈ BC 9-ാം നൂറ്റാണ്ടിലും വിധവമാരുടെ ജീവിതം വല്ലാത്ത കഷ്ടപ്പാടാണ്. അതുകൊണ്ടാണ് ദൈവം പറയാ, നീ അവിടെ പോയി താമസിക്കണം. ഇവിടെയാണെങ്കിൽ സുരക്ഷിതത്വമുണ്ട്, ഭക്ഷണമുണ്ട്, സുഭിക്ഷതയുണ്ട്, ഒന്നും അറിയണ്ടായിരുന്നു. ഇനി എന്ത് ദൗത്യം എനിക്ക് നൽകുന്നത്? പക്ഷേ ദൈവത്തിന്റെ അഭിഷിക്തന്റെ കർത്തവ്യം ദൈവകൽപ്പന അനുസരിക്കുക. അതുകൊണ്ട് അവൻ ആ സുരക്ഷിതത്വത്തിൽ നിന്ന് എഴുന്നേറ്റു, ആ സുരക്ഷിതത്വം വിട്ടു, സുഭിക്ഷതയൊക്കെ വിട്ടു. എന്തിനു വേണ്ടിയിട്ടാ? ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുവാൻ. ഞാൻ നിങ്ങളും ഓർക്കുക, ഇന്ന് നമ്മളൊക്കെ സേഫ് സോണിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലേ? സേഫ് സോണില്ല നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. കാരണം ജീവിതത്തിൽ നമുക്കൊരു പ്രയാസം ഉണ്ടാകരുത്. അത് പൊതുയോഗത്തിൽ പോയാലും മറ്റുള്ളവരുമായിട്ട് ഇടപെട്ടാലും ആത്മീയ കാര്യങ്ങൾ കാണലും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ സേഫ് സോണിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. അതെല്ലാ മേഖലയിലും നമ്മളത് കാണുന്നുണ്ട്. നമുക്ക് ഒരു ദോഷവും ഉണ്ടാകരുത്. പക്ഷേ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്ന് പറഞ്ഞ കർത്താവ് തമ്പുരാൻ ഏലിയാവിനോട് പറയാ, നീ ഇവിടെ നിന്ന് എഴുന്നേൽക്കാൻ. അവനാ സുരക്ഷിതത്വവും സുഭിക്ഷതയും വിടുകയാ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി. അവൻ സാരഫാത്തിന് പോയി. തിരുവചനം വായിക്കുമ്പോൾ 10-ാം വാക്യം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, അവൻ സാരഫാത്ത് പട്ടണ കവാടത്തിലെത്തി. നട്ടുച്ച പട്ടണ കവാടത്തിലെത്തിയപ്പോൾ ഇതാ ഒരു വിധവ അവിടെ വിറകുക പെറുക്കിക്കൊണ്ട് നിൽക്കുന്നു. യേശുതമ്പുരാൻ തന്റെ സുവിശേഷ ദൗത്യം ആരംഭിക്കുമ്പോൾ ഇസ്രയേൽ ജനത്തോട് യെരൂശലേം ദേവാലയത്തിൽ വെച്ച് പ്രസംഗിച്ചു. അനവധി വിധവമാർ സാരഫാത്തിൽ ഉണ്ടായിരുന്നിട്ടും ഏലിയ പ്രവാചകനെ അയച്ചത് ഈ ഒരു വിധവയുടെ അടുക്കിലേക്കാണ്. എന്താ ആ വിധവയുടെ പ്രത്യേകത? ഒന്നാമത്തെ പ്രത്യേകത, പ്രവാചകൻ പട്ടണവാതിക്കൽ എത്തിയപ്പോൾ അവൾ എവിടെ ഉണ്ടായിരുന്നു? ആ പട്ടണവാതിക്കൽ ഉണ്ടായിരുന്നു. അവൾ ദൈവത്തിന്റെ വഴിയിലായിരുന്നു എന്നുള്ളതാണ്. ഞാൻ നിങ്ങൾ ഓർക്കുക, അവളുടെ ജീവിതത്തിലെ ഒന്നാമത്തെ പ്രത്യേകത, അവൾ എത്ര പ്രതിസന്ധി ഉള്ളവളാ, എത്ര പ്രയാസമുള്ളതാ, കഷ്ടതയുള്ളതാ, പക്ഷെ അവൾ എപ്പോഴും ആരുടെ വഴിയിലായിരുന്നു? ദൈവത്തിന്റെ വഴിയിലായിരുന്നു. പ്രവാചകൻ വന്നപ്പോൾ ആദ്യം കാണുന്ന ആരെയാ? ഈ വിധവയെ കാണുന്നത്. ഞാൻ നിങ്ങൾ ഓർക്കുക, നമ്മെ ദൈവത്തിന്റെ വഴിയിൽ ദൈവം ആക്കി വെച്ചതാ. ആണോ? ദൈവത്തിന്റെ വഴിയിൽ നമ്മെ ദൈവം ആക്കി വെച്ചതാ. ഇത് ഞാൻ പറഞ്ഞതല്ല. മാമുദീസയുടെ സമയത്ത് നമ്മൾ ഏറ്റുചൊല്ലും, പിശാചിനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മസിഹായെ സ്വീകരിക്കുന്നു. എല്ലാവരും ചൊല്ലുന്നതാ. നമുക്ക് വേണ്ട നമ്മുടെ തലതൊട്ടപ്പന്മാര് ചൊല്ലുന്നതാ. വളർന്നു വരുമ്പോ ഇതാ ഞാൻ ചൊല്ലിയെന്ന് നമ്മൾ തിരിച്ചറിയുന്നതാ. സാത്താനെ ഞാൻ ഉപേക്ഷിച്ച് മസിഹായുടെ വഴിയിൽ നമ്മെ ആക്കി വെച്ചപ്പോൾ ഇന്ന് നാം മസിഹായുടെ വഴിയിലാണോ? ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക. അതെ, സീദോനിലെ സരപ്തയിൽ അനവധി വിധവമാരുണ്ടായിട്ടും ഇവളുടെ അടുക്കിലേക്ക് ദൈവം ഏലിയാവിനെ അയച്ചതിന്റെ ഒന്നാമത്തെ കാരണം, അവൾ ദൈവത്തിന്റെ വഴിയിൽ തന്നെയായിരുന്നു. ദൈവത്തിന്റെ ദൃഷ്ടി എത്തുന്നിടത്ത് ആരുണ്ടായിരുന്നു? ഈ സാരഫാത്തിലെ വിധവയുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾ ഓർക്കുക, നമ്മളും ഈ ദൈവത്തിന്റെ വഴിയിലാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ നോമ്പിന്റെ അനുഭവം നമ്മെ ദൈവികമായ വഴിയിലേക്ക് നടത്തുന്നതാ. ആരാധനയുടെ വഴി അത് ദൈവത്തിന്റെ വഴിയാ, അല്ലേ? അതെ, കുടുംബ പ്രാർത്ഥനയുടെ വഴി അത് ദൈവത്തിന്റെ വഴിയാ. തിരുവചനത്തിന്റെ വഴി അത് ദൈവത്തിന്റെ വഴിയാ, അല്ലേ? നന്മയുടെ വഴി, സൽപ്രവർത്തികളുടെ വഴി അതും ദൈവത്തിന്റെ വഴിയാ. ഞാൻ നിങ്ങൾ ഓർക്കുക, നമ്മൾ ഇന്ന് ഏത് വഴിയാണ്? നമ്മളൊരു പാട്ട് പാടും, ജീവിതയാത്രക്കാര് കാലടികൾ എങ്ങോട്ട്, നിന്റെ കാൽപ്പാടുകൾ എങ്ങോട്ട് എന്ന്. ഉൽപ്പത്തി പുസ്തകം 18-19 അധ്യായം വായിക്കുമ്പോൾ അവിടെ 2 സംഭവം കാണുന്നു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നാം കാണുന്നത് അബ്രഹാമിന്റെ വീട്ടിലേക്ക് ദൈവം വരുന്ന ഒരു കാഴ്ചയാണ്. 3 പുമാന്മാർ, 3 മനുഷ്യർ, ദൈവ മനുഷ്യർ അബ്രഹാമിന്റെ വീട്ടിലേക്ക് വരികയാണ്. അവർ എപ്പോഴാ വരുന്നത്? നട്ടുച്ചയ്ക്ക് 12 മണി, അല്ലേ? പകൽ 12 മണി നട്ടുച്ചയായപ്പോഴാ ഈ 3 ദൈവപുരുഷന്മാർ അബ്രഹാമിന്റെ വീട്ടിലേക്ക് വരുന്നത്. ആ സമയം അബ്രഹാം എവിടെയായിരുന്നു എന്ന തിരുവചനം പറയുന്നത്? അവൻ കൂടാരവാതിക്കലായിരുന്നു എന്ന പറയുന്നത്. അബ്രഹാം എന്തിനു വേണ്ടിയിട്ടാ കൂടാരം പണിഞ്ഞെന്നറിയാമോ? ദൈവത്തെ ആരാധിക്കുവാൻ. അബ്രഹാം കൂടാരം പണിതത് ബഥേലിൽ, അല്ലെ? ഹായ് തെക്കും ബഥേൽ പടിഞ്ഞാറുമായ അവനൊരു കൂടാരം അടിച്ചു. എന്തിനു വേണ്ടിയിട്ടാ അവൻ ആ കൂടാരം അടിച്ചത്? ദൈവത്തെ ആരാധിക്കുവാൻ. അവൻ പ്രാർത്ഥനയുടെ അനുഭവത്തിലായിരുന്നുവെന്ന തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്. ആ കൂടാരവാതിക്കൽ ഉച്ചനമസ്കാരത്തിന്റെ അനുഭവത്തിലായിരുന്നപ്പോഴാണ് അവൻ ആരുടെ സന്ദർശനം ഉണ്ടായത്?
ദൈവപുരുഷന്മാരുടെ സന്ദർശനമുണ്ടായത്. ആ ദൈവപുരുഷന്മാർ വീട്ടിലേക്ക് വരുമ്പോൾ അവൻ എന്ത് ചെയ്യുമായിരുന്നു? പ്രാർത്ഥിക്കുകയായിരുന്നു. ആ ദൈവത്തിന്റെ വഴിയിൽ തന്നെ, ആരാധനയുടെ വഴിയിൽ തന്നെ ആയിരുന്നു. അവിടെ നാം കാണുന്നുണ്ട് 18-ാം അധ്യായത്തിൽ, അയ്യോ യജമാനനെ, എൻ്റെ വീട്ടിലേക്ക് നിങ്ങളൊന്ന് വരണം, എന്നെ വിട്ടു പോകരുത്. അല്പം വെള്ളമെടുത്ത് ഞാൻ അവിടുത്തെ കാലുകളെ കഴുകിക്കൊള്ളട്ടെ, വൃക്ഷത്തിന്റെ തണലിൽ വിശ്രമിച്ച് അപ്പക്കഷ്ണങ്ങൾ എടുത്ത് ഭക്ഷിച്ച് തൃപ്തിയായ ശേഷം പോകാമെന്ന് പറഞ്ഞ് നിലം കുമ്പിട്ട് അവരെ ഭവനത്തിലേക്ക് സ്വീകരിക്കുക. ഈ വേദഭാഗം ഇതൊരു പ്രാർത്ഥനയായി നമ്മുടെ ഒരു കൂദാശയിൽ ചൊല്ലുന്നുണ്ട്. എവിടെയാണെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? നമ്മുടെ എല്ലാം വീട്ടിൽ ചൊല്ലിയിട്ടുള്ളതാണ്. നമ്മുടെ വീട് കൂദാശയിൽ ചൊല്ലുന്നത്. ഒരു വീട് കൂദാശ ചെയ്യുമ്പോൾ അവിടെ ചൊല്ലുന്ന പ്രാർത്ഥനയിൽ ഈ ഭാഗമുണ്ട്. അബ്രഹാമിന്റെ വീട്ടിൽ ദൈവപുരുഷന്മാർ വന്നത്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ ഭവനം ആരാധനയുടെ ഭവനമാകണം. അതുകൊണ്ടാ വിശുദ്ധ സ്ലീബായാൽ അതിനെ മുദ്രയിട്ടിരിക്കുന്നത്. നമ്മുടെ ഭവനം ആരാധനയുടെ ഭവനമാകണം. അബ്രഹാം ആരാധനയുടെ അനുഭവത്തിലായിരുന്നപ്പോൾ ആര് വരുന്നത്? ദൈവപുരുഷന്മാർ. അതുകൊണ്ട് എന്തുണ്ടായി? ആ ഭവനത്തിൽ തലമുറയുണ്ടായി. അവര് ദൈവപുരുഷന്മാർ ചോദിച്ചു, നിനക്കെന്താ ഇത്ര വിഷമം? ഞങ്ങൾക്ക് മക്കളില്ല, അടുത്ത വർഷം ഇതേ സമയം സന്തതി ഉണ്ടാകും. സാറ ചിരിച്ചു, ഇനി ഈ പ്രായത്തിലല്ലേ? പക്ഷേ ദൈവത്തിന്റെ കൽപ്പന അതേപടി നിറവേറി എന്നുള്ളതാ. ഞാൻ നിങ്ങൾ ഓർക്കുക, ആരാധനയുടെ വഴിയിൽ നമ്മുടെ ഭവനം നിലനിന്നാൽ അനുഗ്രഹം ആ ഭവനത്തിനുണ്ടാകും. നമ്മളൊന്ന് ഓർത്ത് നോക്കേ, ഒരു 19 വർഷത്തിന്റെ പിന്നിലേക്ക് നമ്മുടെ വീടുകളൊന്നും ഇത്ര വലിയ വീടുകളൊന്നും അല്ല. പക്ഷെ സന്ധ്യയ്ക്ക് നാം ഒരു വഴിയിലൂടെ പോയാൽ നമുക്കറിയാം ആ വീട് ആരുടെ വീടാണെന്ന്. എങ്ങനെയാ? ക്രൈസ്തവ സഹോദരങ്ങളാണെങ്കിൽ അവിടെ ക്രിസ്തീയ ഗീതങ്ങൾ ഉയർന്ന് കേൾക്കാം. ഹൈന്ദവ സഹോദരങ്ങളാണെങ്കിലോ അവര് സന്ധ്യാനാമം ചൊല്ലും, ഇല്ലേ? വിളക്ക് കത്തിച്ച് എല്ലാവരും പ്രാർത്ഥിക്കും. ഇന്ന് നമ്മുടെ ഭവനത്തിൽ ഈ പ്രാർത്ഥനയുടെ അനുഭവമുണ്ടോ? രാവിലെയും വൈകിട്ടും പ്രാർത്ഥനയുടെ അന്തരീക്ഷം നമ്മുടെ ഭവനത്തിൽ ഉണ്ടായിരുന്നു. പുസ്തകം വായിക്കാതെ അത്താഴം പോലും വിളമ്പുകയില്ല. ഏത് പുസ്തകം? വേദപുസ്തകം വായിക്കാതെ അത്താഴം പോലും വിളമ്പുകയില്ല. അങ്ങനെ പ്രാർത്ഥനയുടെ അനുഭവത്തിലാ നമ്മുടെ ഭവനങ്ങളൊക്കെ വളർന്നത്. എന്നാൽ ഇന്നിന്റെ കാലഘട്ടത്തിൽ ഈ പ്രാർത്ഥനയുടെ അനുഭവം നമ്മുടെ ഭവനങ്ങളിലുണ്ടോ? നാം ഒന്നുകൂടെ ഓർത്തേ, പ്രാർത്ഥനയുടെ ശബ്ദം കേട്ട് ഉറങ്ങുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. കാരണം വീട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ ഒരു 9 മണി ഭക്ഷണമൊക്കെ കഴിച്ച് അത്താഴം കഴിഞ്ഞിട്ട് ഉറങ്ങും, അല്ലെ? ആ സമയത്താണ് വല്യപ്പച്ചനോ മുതിർന്നവരോ ഒക്കെ ഉറങ്ങാൻ കട്ടിലിരുന്നിട്ട് ഉറക്കപ്പാടും, ഞാൻ ഉറങ്ങുമ്പോഴരികിൽ കവലെനിക്കാത്തിരു രക്തം, അല്ലെ? ഇപ്പൊ നമ്മൾ സന്ധ്യക്ക് പാടി ഈ പാട്ട് കേട്ടാ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നത്. രാവിലെ ഉണരുമ്പോഴോ മൃഗജാലങ്ങൾ ഉണർന്നിടുന്ന സമയത്തു നീ കിടന്നു. ഈ പാട്ട് കേട്ടാ എഴുന്നേറ്റ് എഴുന്നേറ്റ് പ്രയാസമാണെങ്കിൽ നമ്മൾ അറിയാതങ്ങ് എഴുന്നേറ്റ് പോകും. അതേ, പ്രാർത്ഥനയുടെ ശബ്ദം കേട്ട് ഉറങ്ങുകയും പ്രാർത്ഥനയുടെ ശബ്ദം കേട്ട് ഉണരുകയും ചെയ്യുന്ന ഭവനങ്ങളായിരുന്നു നമ്മുടെ ഭവനങ്ങൾ. നാം ഓർക്കുക, ഈ പ്രാർത്ഥനയുടെ അനുഭവം നമ്മുടെ ഭവനത്തിലുണ്ടോ? പലപ്പോഴും ഈ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളോടൊക്കെ ചോദിക്കുമ്പോൾ പലരും പറയും, വൈകിട്ട് പ്രാർത്ഥിക്കും, രാവിലെ പലപ്പോഴും സമയം കിട്ടാറില്ല. ഞാൻ നിങ്ങളും ഓർക്കുക, ദൈവ വഴിയിൽ നിൽക്കുവാനാ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. ദൈവത്തിന്റെ വഴിയിൽ നിൽക്കാനാ. സാരഫാത്തിൽ അനവധി വിധവമാരുണ്ടായിരുന്നിട്ടും ഈ വിധവയുടെ അടുക്കലേക്ക് ദൈവം ഏലിയാ പ്രവാചകനെ അയച്ചെങ്കിൽ അവൾ ദൈവത്തിന്റെ പാതയിൽ ഉണ്ടായിരുന്നവളാ. ഞാൻ നിങ്ങളും ഓർക്കുക, നമ്മെ ദൈവം വിളിച്ചത് ദൈവത്തിന്റെ വഴിയിലേക്കാ. ആ ദൈവ വഴി വിട്ടുപോയാൽ ഒരുപക്ഷെ ഇപ്പോഴുണ്ടാകുന്ന സൗഭാഗ്യങ്ങൾ, ഇപ്പോഴുണ്ടാകുന്ന സന്തോഷങ്ങൾ അനുഭവിക്കണം എന്നില്ല. നമ്മളൊക്കെ വിചാരിക്കും ഇന്ന് സമൃദ്ധിയുടെ കാലഘട്ടമാണ്, സന്തോഷത്തിന്റെ കാലഘട്ടമാണ്, എന്തിന്റെ കുറവാണ്, അല്ലെ? നമ്മളൊക്കെ ചിന്തിക്കും. എന്നാൽ ഈ കഴിഞ്ഞ 3-4 ദിവസം നമുക്കൊക്കെ എല്ലാവർക്കും ഇല്ലെങ്കിലും മിക്കവാറും എല്ലാ വീടുകളിലും ആശങ്കയാണ്. കാരണം നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ വിദേശത്തുണ്ട്. പലരും പല കാര്യങ്ങളും ചിന്തിച്ചതാണ്. ഇന്നും പലരും പറഞ്ഞു, വച്ചാ ശനിയാഴ്ച എയർപോർട്ടിൽ വന്നിരിക്കുക എൻ്റെ അപ്പനും അമ്മയും, അബുദാബി എയർപോർട്ടിൽ ഇരിക്കുക. അവരിങ്ങനെ ഹോട്ടലിൽ താമസിപ്പിച്ചിരിക്കുക. ഇതുവരെ അവർക്ക് നാട്ടിലോട്ട് വരാൻ പറ്റിയില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ ബാഡ്മിന്റൺ താരം സിന്ധുവിന്റെ കുറിപ്പ് വായിച്ചില്ലേ? എൻ്റെ കൂടുണ്ടായിരുന്ന കളിക്കാരൊക്കെ തൊട്ടു മുമ്പിലത്തെ ഫ്ലൈറ്റിൽ പോയി, ഞാൻ തൊട്ടു പുറയിലാണ് പോയത്.
ഫ്ലൈറ്റിൽ കയറിയിരുന്നതാ. പെട്ടെന്നാണ് ഞങ്ങളെ ഫ്ലൈറ്റിൽ നിന്ന് ഇറക്കിയത്. ഒന്നും മനസ്സിലായില്ല. എയർപോർട്ടിലേക്ക് വന്നപ്പോഴോ വല്ലാത്ത സ്ഫോടനം. ഭയന്നു പോയി. ഇനി ഉണ്ടാകുമോ എന്ന് പോലും കരുതിയില്ല. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാ സാഹചര്യങ്ങൾ മാറി മറയുന്നത് നമുക്കറിയാവോ? ഞാൻ നിങ്ങൾ ഓർക്കുക, ഇന്നിന്റെ കാലഘട്ടത്തിൽ സമ്പന്നതയും സുഭിക്ഷതയും സുരക്ഷിതത്വവും നാം അനുഭവിക്കുമ്പോൾ അതിൽ തന്നെ രമിക്കാമെന്ന് ആരും കരുതരുത്. ദൈവത്തിന്റെ വഴി നാം ഒരിക്കലും വിട്ടുപോകരുത്. ഇവിടെ ഇതാ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. സാരഫാത്തിലെ വിധവ അവൾ ഒന്നാമതായി ദൈവത്തിന്റെ വഴിയിലായിരുന്നു. രണ്ടാമതായി തിരുവചനം വായിക്കുമ്പോൾ നാം കാണുന്നു, സാരഫാത്തിലെ വിധവയുടെ അടുക്കിലേക്ക് ദൈവം ഏലിയാ പ്രവാചകനെ അയച്ചതിന്റെ രണ്ടാമത്തെ കാരണം, പ്രവാചകൻ പട്ടണവാദികൾ എത്തിയപ്പോൾ ആദ്യം കണ്ടത് സാരഫാത്തിലെ വിധവയാ. അവളോട് പറഞ്ഞു, സഹോദരി, എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരണം. ഇവിടെ ഇതാ ഒരു പരിചയവുമില്ലാത്ത മനുഷ്യൻ ഇതാ തന്റെ ജീവിതത്തിൽ ഇല്ലായ്മയുടെയും നിരാശയുടെയും പട്ടിണിയുടെയും മരണദുഃഖത്തിന്റെയും അടിമത്വത്തിൽ കഴിയുന്നവൾ ഒന്നും പറയാതെ തന്നോട് സഹായം ആവശ്യപ്പെട്ട പ്രവാചകനെ സഹായിക്കുവാനായി അവൾ പുറപ്പെടുന്നു. ഇല്ലായ്മയിലും മറ്റുള്ളവരെ സഹായിക്കുവാൻ മനസ്സുള്ളവളായിരുന്നു സാരഫാത്തിലെ വിധവ. ഇല്ലായ്മയിലും മറ്റുള്ളവരെ സഹായിക്കുവാൻ മനസ്സുള്ളവളായിരുന്നു സാരഫാത്തിലെ വിധവ. ഞാൻ നിങ്ങളും ഓർക്കുക, അനേകം വിധവമാരുണ്ടായിട്ടും അവളുടെ അടുക്കലേക്ക് പ്രവാചകൻ വന്നതിന്റെ രണ്ടാമത്തെ കാരണമാണ് അവളുടെ ജീവിതത്തിൽ നൊമ്പരങ്ങൾ അനവധിയാ, കഷ്ടതകൾ അനവധിയാ. പക്ഷേ തന്റെ അടുക്കിലേക്ക് വരുന്നവരെ അവൾ വെറും കൈയോടെ വിടുകയില്ല. ഞാൻ നിങ്ങളും ഓർക്കുക, ഉള്ളപ്പോൾ കൊടുക്കുവാൻ നമുക്ക് സന്തോഷം, പക്ഷെ നമ്മൾ ഓർക്കുക അത് നമ്മുടെ കടമയാണ്. യഹൂദന്മാരുടെ കാഴ്ചപ്പാടനുസരിച്ച് സമ്പത്ത് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു ലോണാണെന്നാണ് പറയുന്നത്. ആ ലോൺ വീട്ടുന്നത് സമ്പത്തില്ലാത്തവർക്ക് വിഭജിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ നോമ്പിലെ പ്രാർത്ഥനയിലൊക്കെ അത് ഉടനീളം കാണുന്നുണ്ട്. നീ പ്രത്യേകിച്ച് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. കർഷകൻ വിത്ത് വിതയ്ക്കാൻ എവിടേക്കാ പോകുന്നത്? നിലം തേടി പോകുക. നിലം കർഷകന്റെ അടുക്കലേക്ക് വരുമോ? അത് പറയുന്നത് വിശപ്പുള്ളവനോട് നീ ഒഴിഞ്ഞു കളയരുതെന്നാണ്. ഒരു 50 വർഷം മുമ്പൊക്കെ നമ്മുടെ വീട്ടിൽ ഏറ്റവും കുറവുള്ളത് ഭക്ഷണത്തിനാണ്, അല്ലേ? ഇന്നത്തെ പോലെ സമൃദ്ധിയൊന്നുമില്ല. അന്നൊക്കെ പട്ടിണിയുടെ കാലഘട്ടത്തിൽ ആഹാരത്തിന് ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണ്. ഒരുപക്ഷെ ഏറ്റവും അവസാനം ഭക്ഷണം കഴിക്കുന്ന ആരാ? അമ്മമാരെ. എല്ലാവർക്കും കൊടുത്തിട്ടൊടുവിൽ ചിലപ്പോൾ 4 വറ്റോ കഞ്ഞുള്ളോ ഒക്കെ കാണത്തുള്ളൂ. അപ്പോഴായിരിക്കും ആരെങ്കിലും ഒരു വഴിപോക്കൻ, അല്ലെ, അമ്മ പലതും തരണമേ എന്ന് വിളിച്ചുകൊണ്ട് വരുന്നത്. അമ്മ എന്ത് ചെയ്യും? ഇവിടെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു വിടുവോ? ഇല്ല. അമ്മ ഒരു പാത്രം കഞ്ഞിവെള്ളം ഉപ്പ് ഒഴിച്ചു കൊടുക്കും. കഞ്ഞിവെള്ളം മാത്രം കൊടുക്കുകയല്ല, തന്റെ വറ്റിൽ നിന്ന് 4 വറ്റും കൂടെ വാരിയിട്ട് കൊടുക്കും. കാരണം അവന്റെ വിശപ്പ് അല്പമെങ്കിലും ഒന്ന് ആറിപ്പോട്ടെ, ഇല്ലേ? ഞാൻ നിങ്ങൾ ഓർക്കുക, അത്രമാത്രം ഒരു കരുതൽ നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ അടുത്ത സമയത്ത് ഒരാളെന്റെ അടുത്ത് പറഞ്ഞു, വച്ചാ 38 വയസ്സിലാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഞാൻ തമാശയ്ക്ക് ചോദിച്ചു, പെണ്ണ് കിട്ടാഞ്ഞോണ്ടാണോ? അദ്ദേഹം പറഞ്ഞു, അങ്ങനൊന്നും അല്ലച്ചാ, എനിക്ക് 18ാമത്തെ വയസ്സിൽ ജോലി കിട്ടിയ ആളാണ്. ഞാൻ അടുത്ത് 18 വയസ്സിൽ ജോലി കിട്ടിയിട്ട് ആ കാലഘട്ടത്തിൽ 38 വയസ്സ് വരെ കല്യാണം കഴിക്കാതെ നിന്നെങ്കിൽ അദ്ദേഹം പറയുക, വച്ചാ ഞാൻ ജോലി കിട്ടുമ്പോൾ എൻ്റെ അപ്പൻ കൂലിപ്പണിയാണ്, വീടൊക്കെ ചോർന്ന് ഇടിഞ്ഞു വീഴുന്ന അനുഭവത്തിൽ ആദ്യം ഞാൻ വീടൊക്കെ ഒന്ന് പുതുക്കി പണിതു. കാരണം അപ്പനും അമ്മയും സഹോദരങ്ങളും സുരക്ഷിതമായിട്ടിരിക്കാം. അത് കഴിഞ്ഞപ്പോഴോ എൻ്റെ ഇളയ 2 സഹോദരിമാരെയാ, അവരുടെ വിവാഹം എൻ്റെ ചുമതലയാണ്. അപ്പനെ കൊണ്ടത് പറ്റുകയില്ല. ഞാൻ അവരുടെ വിവാഹം നടത്തി. മാത്രമല്ല ആ സമയത്ത് തന്നെ പഠിക്കുന്ന സഹോദരങ്ങളെ പഠിപ്പിച്ചു. അത് സമയം പോയതറിഞ്ഞില്ല. അതുകൊണ്ട് അപ്പനൊരു സഹായകമാകുവാൻ എനിക്ക് സാധിച്ചു. അദ്ദേഹത്തിന്റെ അത്രയും കാലം അധ്വാനിച്ചത് ഞാൻ എൻ്റെ വീട്ടിൽ കൊടുത്തു, അപ്പന് കൊടുത്തു, സഹോദരന് കൊടുത്തു എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അപ്പനൊരു സഹായമാകുവാൻ എനിക്ക് സാധിച്ചു. അതുകൊണ്ടാണ് ഞാൻ വിവാഹം കഴിക്കാൻ താമസിച്ചത്. ഇവിടെ ഇരിക്കുന്ന പലരുടെയും മനസ്സിൽ കാണും, ആ കാലഘട്ടം അങ്ങനെയായിരുന്നു, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഒരു രക്ഷപ്പെടൽ ആർക്കെങ്കിലും ഉണ്ടായാൽ അയാൾ ഒറ്റയ്ക്കൊന്നും പോയി രക്ഷപ്പെടുകയില്ല. മറ്റുള്ളവരെ ഒന്ന് സഹായിക്കുവാൻ, ചേർത്ത് നിർത്തുവാൻ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. പക്ഷേ ഇന്നിന്റെ കാലഘട്ടത്തിൽ ഇതൊക്കെ നഷ്ടപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ സഹായത്തിന്റെ കരം വല്ലാതെ സൂക്ഷിച്ചു പോയ ഒരു കാലഘട്ടമാണ്. ഈ നോമ്പിന്റെ വഴിയിൽ തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാ, അനവധി വിധവമാരുണ്ടായിട്ടും ഇവളുടെ അടുക്കലേക്ക് ദൈവം പ്രവാചകനെ അയച്ചതിന്റെ രണ്ടാമത്തെ കാരണം, അതെ, അവളുടെ ഇല്ലായ്മയിലും മറ്റുള്ളവരെ സഹായിക്കുവാൻ അവൾക്ക് മനസ്സായിരുന്നു. ഞാൻ നിങ്ങളും ഓർക്കുക, സൽപ്രവൃത്തിയേക്കാൾ വലിയൊരു പുണ്യമില്ല എന്നാ പറയുന്നത്.
നമ്മുടെ ജീവിതത്തിൽ സൽപ്രവൃത്തിയേക്കാൾ വലിയൊരു പുണ്യമില്ല എന്നാ പറയുന്നത്. ഇവിടെ അച്ഛൻ മുമ്പ് ഒരു കഥ സൂചിപ്പിച്ചല്ലോ, സംഭവം സൂചിപ്പിച്ചല്ലോ. ഒരു മനുഷ്യൻ ഇല്ലായ്മയിൽ വലയുന്നത് കണ്ടപ്പോൾ അതെ അവനെ ഒന്ന് ചേർത്ത് പിടിച്ചതേ ഉള്ളൂ. അതിന്റെ നന്മ എവിടം വരെ എത്തി അല്ലേ? തന്റെ ഭാര്യയൊക്കെ ഒറ്റപ്പെട്ടു പോയപ്പോൾ ദൈവം കൈവിട്ടോ? ഇല്ല. ഞാൻ നിങ്ങൾ ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ സൽപ്രവൃത്തികൾ ചെയ്ത ഒരു കുടുംബവും നശിച്ചു പോയിട്ടില്ല. സൽപ്രവൃത്തികൾ ചെയ്ത ഒരു വ്യക്തിയും ഇല്ലായ്മയിൽ വലഞ്ഞു പോയിട്ടില്ല. കാരണം ദൈവം, അതുകൊണ്ട് തിരുവചനം പറയുന്നുണ്ട്, അതിനനുസരിച്ച് വലിയൊരളവ് നിങ്ങൾക്ക് മടക്കി തരും. മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ സൽപ്രവൃത്തിയിൽ ഒരിക്കൽ പോലും മടുത്തു പോകരുത്. ഈ സൽപ്രവൃത്തിയുടെ ഉടമയായിരുന്നു സാരഫാത്തിലെ വിധവ. വീണ്ടും മൂന്നാമതായി അവളുടെ ജീവിതത്തിന്റെ മറ്റൊരു വലിയ പ്രത്യേകത, പ്രവാചകൻ അവളോട് പറഞ്ഞു, എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം കൊണ്ടുവരണമേ. അവളത് അനുസരിച്ചു. വെള്ളം എടുക്കാൻ പോകുമ്പോഴാ പ്രവാചകൻ വീണ്ടും വിളിക്കുന്നേ, ഒന്ന് നിന്നേ, തിരികെ വരുമ്പോൾ ഒരു കഷ്ണം അപ്പം കൂടെ കൊണ്ടുവരണം. അവളവിടെ തിരിഞ്ഞു നിന്നു. നിന്റെ ദൈവമായ യഹോവയാണേ, എന്റെ ഭവനത്തിൽ കലത്തിൽ ഒരു പിടി മാവും അല്പം എണ്ണയും ഇല്ലാതെ മറ്റൊന്നുമില്ല. ഞാൻ 2 വിറക് പെറുക്കുന്നു. അതുകൊണ്ട് ചെന്ന് എനിക്കും എന്റെ മകനും വേണ്ടി ഒരടയുണ്ടാക്കി തിന്നിട്ട് ഞങ്ങൾ മരിക്കാനിരിക്കുകയാ. എത്ര സൗമ്യമായ ഒരു പെരുമാറ്റം അല്ലേ? എത്ര സൗമ്യമായ ഒരു പെരുമാറ്റമാ. കാരണം ഇവിടെ പ്രവാചകൻ എന്താ ചോദിച്ചത്? ആദ്യം വെള്ളം ചോദിച്ചു. അവൾ വല്ലതും പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. അപ്പോഴാണ് ആ പട്ടിണിയിൽ കഴിയുന്ന മരിക്കാനിരിക്കുന്ന സ്ത്രീയോട് പറയുന്നത്, എനിക്ക് കഴിക്കാനും കൂടെ കൊണ്ടുവരിക. നമ്മളായിരുന്നെങ്കിലോ നമ്മൾ സാധാരണ പറയില്ല, ഒട്ടകത്തിന് തലവെക്കാൻ കൊടുത്ത പോലെ ആയല്ലോ എന്റെ അവസ്ഥയെന്ന് അല്ലേ? ഞാൻ നിങ്ങൾ ഓർക്കുക, അതെ, അവളുടെ ജീവിതത്തിലെ വേദനയുടെ പ്രയാസത്തിന്റെ നടുവിലും തന്നെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നവരോട് അവൾ പ്രതികരിക്കുന്നത് സൗമ്യമായിട്ടാണ്. ഞാൻ നിങ്ങളും ഓർക്കുക, ജീവിതത്തിലെ ഈ പെരുമാറ്റം, പ്രതികരണം, സൗമ്യത ഒരിക്കലും നാം നഷ്ടമാക്കി കളയൽ. അവൾ സൗമ്യതയുടെ ആൾ രൂപമായിരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമായി അനുഭവിക്കും. ഇന്ന് ഈ സൗമ്യത നമ്മുടെ വീട്ടിലുണ്ടോ? നമ്മൾ എങ്ങനെ ഒരു കാര്യം ചോദിച്ചാലും മറുപടി പറയുന്ന ഈ അടുത്ത സമയത്ത് ഒരു പള്ളിയിൽ, എവിടാന്ന് ഞാൻ പറയുകയില്ല, കാരണം ഞാനിരുന്ന പള്ളിയിലൊക്കെ ആൾക്കാർ ഒരു പക്ഷേ ഇവിടെ കാണും. ഞാനിതുപോലെ കുർബാന കഴിഞ്ഞ് കൈമുത്ത് കഴിഞ്ഞ് ഇറങ്ങി വരിക, സൺഡേ സ്കൂളിന് കുഞ്ഞുങ്ങൾ കയറി. ഞാൻ നോക്കിയപ്പം ഒരു ചെറുപ്പക്കാരിയായ അമ്മ, 2 കൊച്ചു പിള്ളേരാ, ഒരാൾ 2-ലും ഒരാൾ KG-യിലും ആയതേ ഉള്ളൂ. ഇവരെ പിടിച്ചു വലിക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവന്മാർ വീട്ടിൽ പോകാനുള്ള പ്ലാനാണ്. അവരുടെ അമ്മ പറയുന്നവൾ അവർ കേൾക്കുന്നില്ല, സൺഡേ സ്കൂളിൽ ഇരിക്കാൻ മനസ്സില്ല. അപ്പൊ ഞാൻ മെല്ലെ എടുത്തിയെന്ന് പറഞ്ഞില്ല, സൺഡേ സ്കൂളിൽ കയറിയിരി, അല്ല അടുത്ത ആഴ്ച ഞാൻ പള്ളിയിൽ എഴുന്നേൽപ്പിച്ച് നിർത്തും. ഞാൻ വിചാരിച്ചു ഇപ്പൊ ഓടി അവന്മാർ പള്ളിയിൽ കയറുമെന്ന്. ഞാൻ അടുത്ത സ്റ്റെപ്പ് വെച്ചില്ല. അവൻ എന്നോട് പറഞ്ഞു, എനിക്ക് ദേഷ്യം വരും, അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ പിന്നെ അനങ്ങാതങ്ങ് പള്ളിമുറിയിലേക്ക് പോയില്ലേ. അപ്പോഴ് ആ കുഞ്ഞിന്റെ വാപത്താൻ അമ്മയും വല്ലാതെ വിഷമിക്കുന്നുണ്ട്. കാരണം എന്താ? പിള്ളേരുടെ സംസാരം പോലും ഇങ്ങനെയൊക്കെയാ. നമ്മൾ വിചാരിക്കും നമ്മൾ എന്തൊരു സൗമ്യരാണെന്ന്. നമ്മുടെ വീട്ടിലോട്ട് വരണം, നമ്മുടെ മറുപടിയൊക്കെ ഒന്ന് കേൾക്കണമെങ്കിൽ. ഈ രാവിലെ ഈ ജോലി കൂടുന്ന സമയത്ത് രാവിലെ 7 മണിക്കോ 8 മണിക്കോ ഒന്ന് നിന്നാൽ മതി. എന്തൊക്കെയാ നല്ല വാർത്തകളൊക്കെ നമ്മുടെ വായിൽ നിന്ന് വീഴുന്നത്. കാരണം എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ അതിനെന്താ മറുപടി എന്ന്. ഇന്ന് ഈ സൗമ്യത പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി. പരിശുദ്ധ നോമ്പ് നമ്മുടെ ജീവിതത്തിൽ സൗമ്യത ശീലിപ്പിക്കുന്ന നോമ്പാ. അതുകൊണ്ടാ നോമ്പിലെ പ്രാർത്ഥനയിൽ പറയുന്നത്, ആഹാരത്തോടൊപ്പം നിന്റെ വായ് ദുർവചനം വെടിയണം. ദുഷിച്ച വാക്കുകൾ, ദുഷിച്ച വാക്കെന്ന് പറയുന്നത് എന്താ? ഒരാളുടെ ഹൃദയത്തെ വേദനപ്പെടുത്തുന്ന, മറ്റൊരാൾക്ക് അസഹ്യമാകുന്ന വാക്കുകളൊന്നും പറയരുത്. ഈ നോമ്പിന്റെ വഴി അത് നമ്മുടെ വാക്കുകളെ, നമ്മുടെ സംസാരത്തെ നിയന്ത്രിക്കുന്ന അനുഭവമാ. മറന്നു പോകരുത്. തിരുവചനം നമ്മെ ഓർപ്പിക്കും. ഒരുപക്ഷെ ഇന്ന് ഈ സൗമ്യത എല്ലായിടവും നഷ്ടപ്പെട്ടു പോയി. കഴിഞ്ഞ ദിവസം ഒരമ്മ എന്നെ വിളിച്ചു പറഞ്ഞു, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനാ, അവനോട് പഠിക്കാൻ പറയാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ അവനോട് പഠിക്കാൻ പറഞ്ഞാൽ അവൻ പുസ്തകം ഒരുപക്ഷെ കീറിയറി. ഇതിനകം തന്നെ 2-3 പുസ്തകം ഞാൻ വാങ്ങിച്ചു കൊടുത്തു. മാത്രമല്ല, വീണ്ടും ഞാൻ എന്തെങ്കിലും ദേഷ്യപ്പെട്ടാൽ അവൻ എന്നെ പറയുന്നത് ഒരിക്കലും ഒരു അച്ഛനോടോ അല്ലെങ്കിൽ വേറൊരാളോടോ പറയാൻ പറ്റരുത്. ഞാനങ്ങ് സഹിച്ചു കഴിയുകയാണ്. പലപ്പോഴും ഇന്നിന്റെ തലമുറയുടെ ഒരു പ്രത്യേകത, ഇന്നലെ നമ്മൾ കണ്ടു വാർത്തയിൽ ഒരു പയ്യനെ അടിച്ചു കൊല്ലട എന്ന് വിളിച്ചുകൊണ്ടാണ് മുതിർന്നവർ അല്ലേ ഒരു പട്ടിക കഷ്ണം എടുത്ത് അടിക്കുന്നത്. ആ പയ്യൻ മരിച്ചുപോയി, ഇന്ന് മരിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. അതെ, സൗമ്യമായ പെരുമാറ്റം ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുക. ആക്രമണോത്സുകതയാ അല്ലേ? അക്രമത്തിന്റെ, അഹങ്കാരത്തിന്റെ ഒരു രീതിയാണ് ഇന്ന് ചുറ്റും കാണുന്നത്. നമുക്കൊക്കെ വണ്ടി ഓടിച്ചു പോകുമ്പം ആരെങ്കിലും
ബഹളം ഉണ്ടാക്കിയാൽ നമ്മളൊന്നും അനങ്ങത്തില്ല അല്ലേ? ചിലപ്പോഴൊക്കെ പുറകെ പോയി ചില ബൈക്കുകാരും ചില വാഹനങ്ങളും ഒക്കെ നമുക്ക് വഴി തരാതെ വരുമ്പം നമ്മൾ അനങ്ങാതെ പെയ്യ അങ്ങ് പോകണമെങ്കിൽ അടുത്ത സമയത്ത് ഒരു സാർ എന്നോട് പറഞ്ഞു, വെച്ചാൽ ഒരുത്തൻ എൻ്റെ മുമ്പിൽ ചുമ്മാതെ ഇങ്ങനെ കിടന്ന് വട്ടം കറങ്ങുക, രണ്ടവന്മാരുണ്ട്, എന്താണെന്ന് അറിഞ്ഞുകൂടെ. ഞാനൊന്ന് ഹോൺ അടിച്ചു, കാരണം ഞാനൊന്നീ ചെന്ന് അവന്മാരെ തട്ടു, അല്ലെ അവന്മാർ എൻ്റെ മുമ്പിൽ വീണ അതിൻ്റെ മണ്ടയിൽ കൂടെ ഞാൻ കയറിയാലോ, അതുകൊണ്ട് എനിക്ക് സ്പീഡിലൊന്നും പോകണ്ട, അവനിങ്ങനെ കാണിക്കുന്നതുകൊണ്ട് ഞാനൊന്ന് ഹോൺ അടിച്ച് പുറകെ വണ്ടി ഉണ്ടെന്നൊന്ന് ഓർത്തോട്ടെ എന്ന് വിചാരിച്ചാണ്. പക്ഷെ അവന്മാർ മുമ്പിൽ കുറുക്കങ്ങ് നിർത്തിയിട്ട് ഗ്ലാസ് തുറക്കാൻ പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല, അനങ്ങാതെ കുനിഞ്ഞിരുന്നു. കാരണം ഞാൻ വല്ലതും പറഞ്ഞ നീ അടുത്ത ആയുധം എൻ്റെ നെഞ്ചിൽ കയറിയാൽ എൻ്റെ ജീവിതം പോവും. കാരണം എങ്ങനെയുള്ളവരാണെന്ന് അറിഞ്ഞുകൂടാ. കാരണം അത്രമാത്രം ഭീതിയോടെ കഴിയുന്നത്. കാരണം എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് ആർക്കും അറിഞ്ഞുകൂടെ. ഏത് പ്രായമാണെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സൗമ്യമായ പെരുമാറ്റം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എങ്ങും അക്രമത്തിന്റെയും അരാജകത്വത്തിന്റെയും ഒരനുഭവം നടമാടുകയാണ്. തിരുവചനം നമ്മെ ഓർപ്പിക്കുക, സാരഫാത്തിൽ അനവധി വിധവമാരുണ്ടായിരുന്നു. ഇവളുടെ അടുക്കലേക്ക് പ്രവാചകനെ ദൈവം അയച്ചെങ്കിൽ അതിന്റെ മൂന്നാമത്തെ പ്രത്യേകതയാ, അവൾ സൗമ്യതയോടെ എല്ലാവരോടും ഇടപെട്ടത്. അവൾക്ക് ഒത്തിരി വിഷമമുണ്ട്, ഒത്തിരി പ്രതിസന്ധിയുണ്ട്, പക്ഷെ അതൊന്നും അവൾ ആരെയും കാണിക്കുന്നില്ല. അതെ, നിന്റെ ദൈവമായ യഹോവയാണ്, എൻ്റെ വീട്ടിൽ ഒരു പിടി മാവേ ഉള്ളൂ. സൗമ്യമായി അവൾ പ്രതികരിക്കുക. മാത്രമല്ല, അതുവരെ പ്രവാചകനെ കണ്ടപ്പോൾ ദൈവപുരുഷനാണെന്ന് തോന്നിയിട്ടുണ്ടോ ഇല്ലയോ? പക്ഷെ അവൾ വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. നാലാമത്തെ പ്രത്യേകത, ഉചിതമായ സ്ഥലത്ത് ഉചിതമായ സമയത്ത് അവളുടെ സങ്കടം പങ്കുവെക്കുകയായിരുന്നു. അല്ലേ? അതുവരെ അവൾ കാത്തിരുന്നു, അവൾക്കൊരു അവസരം വരുന്നത് വരെ കാത്തിരുന്നു. കണ്ടപ്പോഴേ ഉള്ള പരാതിയും പരിഭവവും ഒക്കെ കെട്ടഴിച്ചിട്ടില്ല. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ എവിടെ പോയി വേണോ ഇങ്ങനെ സങ്കടം പറയാന്ന് കാത്തിരിക്കുക അല്ലേ? കഴിഞ്ഞ ദിവസം ഒരു സ്നേഹിത വിളിച്ചു. ഞാൻ ചോദിച്ചു, വെള്ളിയാഴ്ചയാ, എവിടെ പോവാ? അല്ല, കഴിഞ്ഞ ദിവസം ബുധനാഴ്ച, എവിടെ പോവാ? അതെല്ലാ ദിവസവും ഞാൻ പോവാറുണ്ടച്ചാ, ഞാൻ ഇന്ന സ്ഥലത്താണ്. ഞാൻ ചോദിച്ചു, എവിടാ അത്? അതൊരു പള്ളിയാണ്. ആ പള്ളിയുടെ പേര് പറഞ്ഞപ്പോ എനിക്കൊരു സംശയം, അങ്ങനെ ഒരു പള്ളി ഉണ്ടോ? കൈ കൊട്ടിപ്പള്ളി എന്നാണ് ഞാൻ കേട്ടത്. കൈ കെട്ടി ഈശോ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടല്ലേ? കൈ കൊട്ടിപ്പള്ളി. ഞാൻ ചോദിച്ചു, അങ്ങനെ ഒരു പള്ളിയുണ്ട്? ഓ, അതൊന്നും എനിക്ക് അറിഞ്ഞൂടെ, ഇവിടെ ഒത്തിരി പേര് വരുന്നുണ്ട്, ഞാൻ അതുകൊണ്ട് എല്ലാ ആഴ്ചയും വരും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ആള് കൂടി എന്ന് വിചാരിച്ച് ആത്മീയത ആയോ? ആള് കൂടി എന്ന് വിചാരിച്ച്, പക്ഷെ അച്ഛൻ പറയുന്ന പോലൊന്നും അല്ല. ഇവിടുന്ന് വരണേ, എത്ര പേര് ഇവിടുന്ന് മുട്ടിലെഴിയുന്നത്, എത്ര ആയിരം പേരാ ദിവസം വരുന്നത്. ഞാൻ പറഞ്ഞത്, ആള് കൂടിയവരാണ് യേശു തമ്പുരാനെ ക്രൂശിക്കുക എന്നും ആർത്ത് വിളിച്ചത്. ഞാൻ പിന്നെ കൂടുതലൊന്നും പറയാൻ പോയില്ല, കാരണം ഒരാളുടെ ഭക്തിയെ ചോദ്യം ചെയ്യണ്ടല്ലോ. ഞാൻ പറഞ്ഞു വന്നത്, പള്ളിയുടെ പേരൊന്നും അറിഞ്ഞുകൂടാ, പക്ഷേ അങ്ങ് പോവുക അല്ലേ? എവിടാണോ നമുക്ക് ആശങ്കയും ആകുലതയൊന്നും ഇറക്കി വെക്കാൻ പറ്റുന്ന എവിടെയും പോകുക എന്നുള്ള ഒരു ചിന്തയാ ഇന്നത്തെ കാലഘട്ടത്തിൽ. ഞാൻ നിങ്ങളും ഓർക്കുക, നമുക്ക് നമ്മുടെ സങ്കടം പകരാൻ ഒരിടമില്ലേ? അതെ, പാട്ടുകാരൻ പറയുന്നുണ്ട്, നിനക്കൊരു സഹായകൻ കർത്താവ് മാത്രം, അവൻ മരക്കുരിശിൽ മരിച്ചുയർത്തെഴുന്നേറ്റവൻ. അവൻ പറയുന്നുണ്ട്, നിന്റെ സകല ചിന്താകുലവും എന്റെ മേലിട്ടുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്താം. അതെ, നമ്മുടെ പിതാക്കന്മാരൊക്കെ പാടും, കാലത്തും ഉച്ചയ്ക്കും സന്ധ്യക്കേതു നേരത്തും സങ്കടം ബോധിപ്പിച്ചു ഞാൻ കരയും, അല്ലേ? നമ്മൾ പാടുന്ന പാട്ടാണ്. അതെ, നമ്മുടെ സങ്കടം പകരുവാൻ നമുക്കൊരു കർത്താവുണ്ട്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അവന്റെ മുമ്പാകെ നമ്മുടെ സങ്കടം ബോധിപ്പിച്ച് കരയുവാൻ നമുക്ക് അവസരമുണ്ട്. അതുകൊണ്ട് എങ്ങും പോകണ്ട. ഈ വിധവയായ സ്ത്രീ ആ ഒരു വലിയ പാഠമാണ് നമ്മെ പകർന്നു തരുന്നത്. ഉചിതമായ സമയത്ത് കാണുന്നിടത്തൊന്നും പോയി അവളുടെ സങ്കടം ഒന്നും പറയുന്നില്ല. അവൾക്ക് അവസരം വന്നപ്പോൾ, അവൾക്ക് ബോധ്യം വന്നപ്പോൾ അവൾ പറയുക, യജമാനനെ, ഞാന് മനവസനമുള്ള സ്ത്രീയാ, എന്റെ വീട്ടിലാണെങ്കിൽ ഒരു പിടി മാവേ ഉള്ളൂ, അല്ലേ? അതുകൊണ്ട് എനിക്കും എന്റെ മകനും തിന്നിട്ട് മരിക്കാനിരിക്കുക. ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി മരണം മാത്രമാ, സഹായിപ്പാൻ ആരുമില്ല. അതുകൊണ്ട് അത്രമാത്രം കഷ്ടതയില. അവളുടെ സങ്കടം മുഴുവൻ അഭിഷിക്തന്റെ മുമ്പാകെ അവൾ തുറന്നു പറയുകയാണ്. ഞാൻ നിങ്ങൾ ഓർക്കുക, ഹൃദയം നുറുങ്ങിയിരിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ വിടുവിക്കുന്നതുകൊണ്ട് നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ സങ്കടങ്ങൾ പകരാം. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സറിയുന്ന ഒരു ദൈവമുണ്ട്. ശമൂവേൽ പ്രവാചകന്റെ മാതാവായിരുന്ന ഹന്നെ നമുക്കറിയാം, അല്ലേ? വല്ലാതെ വിഷമിച്ചിരുന്നവളാ, മറ്റുള്ളവരൊക്കെ വാക്കുകൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചിരുന്നവളാ, അല്ലേ? പാപി, അതെ, ദൈവത്തിന്റെ ശാപം കിട്ടിയവളെന്ന് പരിഹസിച്ചവളാ. അവൾ എവിടെ വന്നു എന്നാ പറയുന്നത്? ദൈവസന്നിധിയിൽ വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. പുരോഹിതൻ പോലും പറഞ്ഞു, നീ വീഞ്ഞു കുടിച്ചവളാണോ? അവൾ പറയുക, യജമാനനെ, ഞാൻ മനവസനമുള്ള ഒരു സ്ത്രീ, എന്റെ സങ്കടം ദൈവസന്നിധിയിൽ പകരുകയത്രേ ചെയ്തത്. അതെ,
മരക്കുരിശിൽ മരിച്ചുയർത്ത അരുമനാഥന്റെ മുമ്പാകെ നമ്മുടെ സങ്കടം ബോധിപ്പിക്കാൻ നമുക്ക് അവസരമുണ്ട്. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ദേവാലയത്തിൽ കണ്ണുനീരോടെ നമ്മുടെ സങ്കടം സമർപ്പിച്ചാൽ തീർച്ചയായും ദൈവം നമ്മുടെ സങ്കടം കേൾക്കും. കണ്ണുനീരിന് മറികടക്കുന്ന ഒരു ദൈവമല്ല. അതാണ് തിരുവചനം ഇവിടെ ഓർപ്പിക്കുന്നത്. അത്രമാത്രം വിധവമാരുണ്ടായിട്ടും അവളുടെ അടുക്കിലേക്ക് പോയെങ്കിൽ അവൾ ദൈവസന്നിധിയിൽ മാത്രം അവളുടെ സങ്കടം പങ്കുവെച്ചുള്ള ഉചിതമായ സ്ഥലത്ത് ഉചിതമായ സമയത്ത് നമ്മുടെ ജീവിതത്തിലും ആ അനുഭവം നഷ്ടപ്പെട്ടു പോകരുത്. അതെ, അവളുടെ ജീവിതത്തിലെ 4ാമത്തെ പ്രത്യേകതയാണ്. ഇനി 5ാമതെന്താ മറ്റൊരു പ്രത്യേകത കൂടെ ഉള്ളത്? അവളോട് പ്രവാചകൻ പറയുകയാ, ശരി, നിന്റെ വിഷമം എനിക്ക് മനസ്സിലായി അല്ലേ, ഒരു കഷ്ണം അപ്പം ഉണ്ടാക്കി മരിക്കാനിരിക്കുകയാണ്, അതുകൊണ്ട് പക്ഷേ നീ ഒരു കാര്യം ചെയ്യും, നീ പറഞ്ഞതുപോലൊക്കെ ചെയ്യും, പക്ഷെ ഉണ്ടാക്കുമ്പോൾ ഒരു കഷ്ണം അട എനിക്കൂടെ കൊണ്ടുവരണം, ഒരു കഷ്ണം അട എനിക്കൂടെ കൊണ്ടുവരണം. ആകെ ഒരപ്പേ ഉള്ളൂ, അത് മുറിച്ചു കൊടുത്താൽ എൻ്റെ മകൻ ഇല്ലാതായും അല്ലെങ്കിൽ എനിക്ക് ഇല്ലാതാവും എന്നൊന്നും അവൾ ചിന്തിക്കുന്നില്ല. ദൈവകൽപ്പന വിചിന്തനം കൂടാതെ അനുസരിക്കുന്നു. അവളുടെ 5ാമത്തെ പ്രത്യേകതയാണ് ദൈവകൽപ്പന വിചിന്തനം കൂടാതെ അനുസരിക്കുന്നു. ഇന്ന് നമുക്ക് വിദ്യാഭ്യാസമൊക്കെ കൂടി അല്ലേ, ബുദ്ധിയൊക്കെ വളർന്നു, നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങളൊക്കെ വർദ്ധിച്ചു. അതുകൊണ്ട് പലപ്പോഴും ദൈവകൽപ്പന പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നതിന് കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമല്ലേ? ദൈവകൽപ്പന അനുഷ്ഠിക്കുന്നതിന് കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കാരണം ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ ദൈവകൽപ്പനയാണോ നാം പ്രമാണിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ? ഇന്ന് ഒരു വിവാഹത്തിന്റെ വിരുന്നൊക്കെ ഉണ്ടെങ്കിൽ സന്ധ്യാപ്രാർത്ഥന ആ വീട്ടിൽ നടക്കൂ. ആഘോഷത്തിന്റെ നടുവിൽ പലപ്പോഴും പെരുന്നാളുകളിൽ പോലും നാം അമ്പരന്ന് പോകാറുണ്ട്. പെരുന്നാളാണോ? പലപ്പോഴും നമ്മുടെ പെരുന്നാളുകളൊക്കെ ആഘോഷമായി മാറാറുണ്ട്. ആത്മീയതയൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇവിടെ തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്, ദൈവകൽപ്പന വിചിന്തനം കൂടാതെ അനുസരിച്ചാൽ അനുഗ്രഹത്തിന്റെ ഉറവകൾ ആ വീട്ടിൽ തുറക്കും. ഇവിടെ ഇതാ സാരഫാത്തിലെ വിധവ, ഇനി എനിക്കില്ലെങ്കിലും വേണ്ടിയല്ല, എന്തായാലും മരിക്കാൻ പോകുക, പക്ഷേ അവൻ പറഞ്ഞതാണല്ലോ അതുപോലെ തന്നെ ചെയ്യാം എന്നുള്ള ബോധ്യത്തോടെ ദൈവകൽപ്പന അവരനുസരിക്കുകയാണ്. ഇത് തന്നെയാ ഏലിയ പ്രവാചകനം കാണിച്ചത്. യഹോവയാൻ ദൈവം പറഞ്ഞു, നീ എഴുന്നേറ്റ് സാരഫാത്തിന് പോവുക. അവന്റെ സുരക്ഷിതത്വം അവൻ നോക്കുന്നില്ല, അവന്റെ സുഭിക്ഷത അവൻ ഉപേക്ഷിക്കുകയാണ്. ഈ സാരഫാത്തിലെ വിധവയും അത് തന്നെയാ ചെയ്തത്. ഇന്ന് പലപ്പോഴും നോമ്പിൽ ഭക്ഷണമൊക്കെ വെടിയണമെന്ന് പറഞ്ഞാൽ വല്ലാത്ത വിഷമമാണ് നമുക്ക് അല്ലേ, വല്ലാത്ത വിഷമോ, ഇതെന്തൊരു കഷ്ടമാണെന്ന് നമ്മൾ ചിന്തിക്കും. ഞാൻ നിങ്ങൾ ഓർക്കുക, ഈ പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ഒക്കെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യത്തിന് ഏറെ അനുഗ്രഹമാകുന്ന ദിവസങ്ങളാണ്. വെറുതെ പറയുന്നതല്ല, ശാസ്ത്രീയമായി പറയുന്നതാണ്. പ്രത്യേകിച്ച് ഈ അടുത്ത സമയത്ത് ഞാൻ വായിച്ചതാണ്. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ബേസിക്കലി നമ്മുടെ ശരീരത്തിന്റെ ക്രമം അനുസരിച്ച് സസ്യഭുക്കുകളാണെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ കഴിക്കുന്നത്? മാംസഭുക്കായി തീരും. അതുകൊണ്ട് നമ്മുടെ ഈ മാംസം ഭക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന കൊഴുപ്പുകളെല്ലാം അലിയിച്ച് കളയിക്കുവാനുള്ള ക്രമീകരണമൊന്നും നമ്മുടെ ശരീരത്തിലില്ല. പക്ഷേ മൃഗങ്ങൾക്കതുണ്ട്. മൃഗങ്ങൾ മാംസഭുക്കുകൾ. അതുകൊണ്ട് അവരെത്ര കഴിച്ചാലും അവർക്ക് അറ്റാക്ക് വരാറുണ്ട്. നമുക്ക് അറ്റാക്ക് വരും. കാരണം എന്താ? ഈ കൊഴുപ്പുകളെല്ലാം നമ്മുടെ ഈ ധമനികളിൽ അടിയും. അതുകൊണ്ട് അറ്റാക്ക് വരും. കാരണം ഈ കൊഴുപ്പൊക്കെ നീക്കുവാനുള്ള ശക്തി നമ്മുടെ ശരീരത്തിനില്ല. കാരണം ബേസിക്കലി നാം സസ്യഭുക്കുകളാണ്. പക്ഷേ ശാസ്ത്രം പറയുന്നത് നമ്മൾ ഉപവസിക്കുകയാണെങ്കിൽ, മാത്രമല്ല ഈ മാംസഭക്ഷണത്തിന് ഇടവേള കൂടുതലുണ്ടെങ്കിൽ, എന്നുവെച്ചാൽ ഈ കഴിക്കുന്നതിന് ഇടവേള കൂടുതലുണ്ടെങ്കിൽ ഈ അടിഞ്ഞുകൂടിയ കൊഴുപ്പുകളൊക്കെ തനിയെ അലിഞ്ഞു പോകും എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് അന്വേഷിച്ച് നോക്ക്. അതെ, അത് തനിയെ അലിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്ര നോമ്പുണ്ട്? ഈ 50 നോമ്പ് മാത്രമാണോ? നോമ്പ് തന്നെ 5 എണ്ണം ഉണ്ട്. 50, 25, 75 15, 90 അല്ലെ? 90 അല്ലേ? പിന്നെയോ 13, 103 പിന്നെ 3 നോമ്പായപ്പോഴും 106 ദിവസം. അങ്ങനെ ആയി തീർന്നോ? പിന്നെ ബുധനും വെള്ളിയും അല്ലേ? ഒരു വർഷം ബുധനും വെള്ളിയും 54 പോട്ടെ, ഒരു 30, 60 ആയാൽ തന്നെയും ഒരു വർഷത്തിൽ പകുതിയിലധികം നോമ്പ. ഇതെന്തൊരു സഭ, ഇതെന്തൊരു കഷ്ടം. പക്ഷെ ഞാൻ നിങ്ങളും ഓർക്കുക, നമ്മുടെ ശരീരത്തിന്റെ ഒരു കണ്ടീഷനിങ്, നമ്മുടെ ശരീരത്തിന്റെ ഒരു സർവീസ് കൂടെ ഈ നോമ്പിലൂടെ നിർവഹിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഈ പ്രാർത്ഥന തന്നെ ഞാൻ നിങ്ങൾ ഓർക്കുക, പ്രാർത്ഥന നമ്മുടെ ബുദ്ധിയെ കൂടുതൽ പ്രകാശിപ്പിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ
ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്നൊന്നുമല്ല, ഞാൻ വായിച്ചു കേട്ട് മനസ്സിലാക്കിയതാണ്. മസ്തിഷ്കത്തിൽ 70% മാത്രമേ ഉള്ളൂ ലോങ് ടൈം മെമ്മറി എന്ന് പറയുന്നത്, ദീർഘകാലം നാം ഓർമ്മിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ മാതാപിതാക്കളുടെ പേര് എത്ര കാലമാണെങ്കിലും നമ്മൾ മറന്നുപോകും. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പേര് അല്ലേ, അത് ദീർഘകാലം ഉള്ള മെമ്മറിയില്ല. 30% അതുള്ളൂ. ഷോർട്ട് ടൈം മെമ്മറിയാണ് 70%. ചിലപ്പോൾ നമ്മൾ അതങ്ങ് മറന്നുപോകും, പിന്നീട് പിന്നെ അത് ഓർമ്മിപ്പിക്കുമ്പോഴാണ് വരുന്നില്ലേ. പക്ഷേ ഇപ്പോഴിവിടെ ഞാൻ സന്ധ്യാപ്രാർത്ഥന നമ്മൾ നടത്തിയപ്പോഴേ 25 സ്റ്റാൻസയുള്ള ഒരു പദ്യം പാടി, ബോഹുസ പാടി, കർത്താവേ കൃപ ചെയ്യണമേ. നമ്മളൊക്കെ ഏറ്റവും പാടുക. ഇതാരാണ്ട് നമ്മളെ കാണാൻ പഠിപ്പിച്ചാണോ? ഇല്ല, പൈതൽ പ്രായം മുതലേ നമ്മൾ കേട്ട് നമ്മുടെ ഉള്ളിൽ ഇത് ലയിച്ചിരിക്കുക. ഇനി 50 ദിവസം കഴിഞ്ഞാൽ പിന്നെ പാടിയില്ലെന്നിരിക്കും, പക്ഷെ അടുത്ത 50 നോമ്പാവൻ തുടങ്ങുമ്പോഴേ നമ്മുടെ മനസ്സിൽ അതിങ്ങനെ അറിയാതിഞ്ഞ് വരും. അതുപോലല്ല ഈ പാട്ടുകളൊക്കെ നമ്മൾ ആരെങ്കിലും കാണാൻ പഠിച്ചതാണോ? ഈ ലോങ് ടൈം മെമ്മറിയിൽ ആ പ്രാർത്ഥനകളൊക്കെ പൈതൽ പ്രായം മുതൽ നമ്മൾ കേട്ട് കേട്ട് ഇങ്ങനെ നിറച്ചിരിക്കുക. അപ്പൊ ഇത് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ലോങ് ടൈം മെമ്മറിയുടെ ഈ വ്യാപ്തി തലച്ചോറിൽ വർദ്ധിക്കും. അതുകൊണ്ട് ഓർക്കുക, നമ്മുടെ നോമ്പും പ്രാർത്ഥനയും ഒക്കെ ദൈവകൽപ്പന നാം അനുസരിച്ച് പ്രവർത്തിച്ചാൽ ശാരീരികമായും മാനസികമായും ബുദ്ധിപരമായും ഒക്കെ വളർച്ച ഉണ്ടാകും. അത് ശാസ്ത്രം തന്നെ തെളിയിക്കുന്നത്. അതുകൊണ്ട് അതൊന്നും നാം മറന്നു പോകരുത്. തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു, സാരഫാത്തിൽ അനവധി വിധവമാരുണ്ടായിരുന്നു. ആ വിധവയുടെ അടുക്കിലേക്ക് ദൈവം ഏലിയാ പ്രവാചകനെ അയച്ചതിന്റെ 5ാമത്തെ കാരണം വിചിന്തനം കൂടാതെ അവൾ ദൈവകൽപ്പന അനുസരിക്കുന്നവളായിരുന്നു. അനുസരിച്ചാൽ അനുഗ്രഹമുണ്ട് നിശ്ചയം. തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. 6ാമത് ഒരു കാരണം കൂടെ പറഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിക്കാം. എന്താണെന്നറിയാമോ? തിരുവചനം നാം വായിക്കുന്നു, അങ്ങനെ പോയി അവൾ പ്രവാചകൻ പറഞ്ഞതുപോലെ ചെയ്തു, ദൈവകൽപ്പന അനുസരിച്ചു. തിരുവചനം വായിക്കുന്നു അവസാന ഭാഗത്ത്, അതെ, അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ കാലം അഹോവൃത്തി കഴിച്ചു. അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ കാലം അഹോവൃത്തി കഴിച്ചു. അവൾക്ക് ലഭിച്ച അനുഗ്രഹം അവൾ മറ്റുള്ളവരുമായി പങ്കിടുകയാണ്. അതെ, ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന സംഗതിയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ അനുഗ്രഹം തരും. ഈ അനുഗ്രഹം നൽകുമ്പോൾ നൽകിയ ദൈവത്തെ മറന്നു പോകരുത്. ഇവിടെ ഇവൾ ആദ്യം പറഞ്ഞ എന്താ? ഞാനും എൻ്റെ മകനും തിന്നിട്ട് മരിക്കാനിരിക്കുക. പക്ഷെ അവളുടെ ജീവിതത്തിൽ അനുഗ്രഹം ലഭിച്ചപ്പോൾ മകൻ മാത്രമാണോ? അല്ല, അവളുടെ വീട്ടുകാർ വന്നു. പിന്നെ മറ്റൊരാൾ കൂടെ വന്നു. ആരാ? ആ പ്രവാചകൻ എവിടെ താമസിച്ചത്? അവളുടെ വീട്ടില. അതെ, അവളുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹം കൊടുത്തപ്പോൾ ആ പ്രവാചകനെ അവൾ കരുതി, അഭിഷിക്തനെ അവൾ കരുതി. ദൈവസന്നിധിയിൽ അവളത് പങ്കുവെച്ചു. അവളുടെ വീട്ടുകാർക്കും അവളത് പങ്കുവെച്ചു. ഞാനും നിങ്ങളും ഓർക്കുക, ഞാൻ നേരത്തെ ഓർപ്പിച്ചു, ഒരു പട്ടിണിയുടെ ഒരു കാലഘട്ടം. അന്ന് നമ്മുടെ വീട്ടിൽ ആഹാരത്തിന് ഏറ്റവും കുറവ്. കാരണം 10-12 മക്കളുള്ള കാലഘട്ടത്തിൽ ആഹാരത്തിന് അമ്മമാരൊക്കെ ഏറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷേ രാവിലെ അമ്മ അരി അടപ്പിലിടുമ്പോൾ എല്ലാവർക്കും തികയത്തോലും ഇല്ല അല്ലേ? പക്ഷെ അരിപ്പിലിടുമ്പോ അമ്മ എന്ത് ചെയ്യും? ആദ്യം എന്ത് ചെയ്യും? ഓർക്കുന്നുണ്ടോ? ഇടുന്നില്ലായിരിക്കും. കുരിശ് വരയ്ക്കുന്നതിന് മുമ്പ് ഒരു പിടി അല്ലേ അടുപ്പിലിടാനെടുത്ത് പാത്രത്തിൽ വെച്ചിട്ട് ഒരു പിടി എടുത്ത് മാറ്റി ഒരു പേപ്പറിലോട്ട് വെക്കും, ഇല്ലെങ്കിൽ ഒരു തീപ്പെട്ടിയിൽ വെക്കും. എന്തിനു വേണ്ടിയിട്ടാ? ക്ഷാമകാലത്ത് വീണ്ടും കഞ്ഞി വെച്ച് കുടിക്കാനാണോ? അല്ല, ഞായറാഴ്ച കുഞ്ഞുങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ ഇതിൽ ഓരോ പൊതി കൊടുത്തു വിടും. അതെ, അവരുടെ ജീവിതത്തിൽ ഇല്ല എങ്കിലും ദൈവ ആഹാരത്തിന് വക നന്ദിയപ്പോൾ ദൈവത്തെ ആ അമ്മ മറന്നില്ല. അതെ, ദേവാലയത്തെ അവർ ചേർത്ത് പിടിച്ചു. അന്ന് അങ്ങനെയാ നമ്മുടെ പള്ളികളൊക്കെ പുലർന്ന്. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ കുഞ്ഞുനാളില് സൺഡേ സ്കൂളിൽ ഇങ്ങനെ തീപ്പെട്ടിയിൽ അരിയും കൊണ്ടുവെക്കും. ഇതെന്ത് ചെയ്യും? സാറുമാർ ഇതെല്ലാം കൂടെ കൂട്ടി വെക്കും. എന്നിട്ട് ചിലപ്പോൾ ലേലം വിളിക്കും. അന്ന് പാട്ടയൊക്കെ ഉണ്ട് അരിയിടാൻ. ചിലപ്പോൾ ലേലം വിളിക്കും, ഇല്ലെങ്കിൽ നേർച്ചയ്ക്ക് പായസം വെക്കും. അതിനൊക്കെ എന്തൊരു രുചിയാ അല്ലേ? അങ്ങനെയാ ആ ദേവാലയത്തെ നമ്മുടെ പിതാക്കൾ വളർത്തിയത്. ഇന്ന് നമുക്ക് സമ്പന്നതയൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ ചിന്തിക്കും, പിന്നെ അച്ഛന്മാരിങ്ങനൊക്കെ പറയും, നിങ്ങളുടെ സമ്പത്തിനെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. ബുദ്ധി കൂടിയപ്പോൾ, സമ്പത്ത് വർദ്ധിച്ചപ്പോൾ ചിന്തകൾക്കൊക്കെ മാറ്റം വരും. പക്ഷെ തിരുവചനം നമ്മെ ഓർപ്പിക്കുക, ഒന്നുമില്ലായ്മയിൽ സാരഫാത്തിലെ വിധവയുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടായപ്പോൾ അവൾ ദൈവസന്നിധിയിൽ ആ അനുഗ്രഹം പങ്കിടുന്നു. അതുകൊണ്ട് മലാഖി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുന്നത്, എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് ദശാംശം മുഴുവൻ ഭണ്ഡാരത്തിലേക്ക് വരും. നിങ്ങൾ ഇങ്ങനെ എന്നെ കബളിപ്പിക്കുന്നു എന്നാ പറയുന്നത്. കാരണം ദശാംശത്തിലും വഴിപാടിലാണ്. നമ്മൾ പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നവരാ. നല്ലതാ. ഇപ്പൊ ഞാൻ അറിഞ്ഞു പള്ളിയൊക്കെ പണിയാൻ പോവാണ് അല്ലെ, വലിയൊരു ദൗത്യ.
വിമർശനം ഏറ്റവും കൂടും. കാരണം കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ പറയും വേറെ പണിയൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ ചിന്തിക്കും അല്ലേ. വിമർശനങ്ങൾ കൂടും. ഞാൻ ഈ അടുത്ത സമയത്ത് ഈ ഒരു 3 നോമ്പിന് ബഹ്റിനിൽ പോയി. ഞാൻ 5 ദിവസം മാത്രമേ ഉള്ളായിരുന്നു. തിരിച്ചു പോകാനായിട്ട് വെള്ളിയാഴ്ച പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ സഹോദരനൊക്കെ വന്ന് ഞങ്ങളൊരു വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്ന് ഞാനിങ്ങനെ പായ്ക്ക് തരും. അപ്പച്ചൻ ഇങ്ങനെ അവിടെ വന്നിരിപ്പുണ്ട്. എനിക്ക് പരിചയമൊന്നുമില്ല. അപ്പം ആ മുറിയിൽ നിന്ന് എല്ലാവരും ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഈ അപ്പച്ചൻ പെയ്യഞ്ഞ് കയറി വന്നിട്ട് അച്ഛ ആളെ ഒഴിയുന്നത് നോക്കിയിരുന്നു. ഞാൻ പറഞ്ഞു അപ്പച്ചൻ ഇത്രയും നേരം പോയില്ലേ, നേരത്തെ ഇവിടെ ഇരിക്കുന്ന കണ്ടല്ലോ. ഇല്ല അച്ഛാ, ആളൊക്കെ ഒഴിഞ്ഞിട്ട് അച്ഛനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന്. എനിക്കൊരു പരിചയമില്ല. പറഞ്ഞു വന്നപ്പോൾ സ്ഥലമൊക്കെ പറഞ്ഞു. അച്ഛൻ ഞാൻ 55 വർഷമായി ഇവിടെ വന്നിട്ട് ദൈവം ഇത്രമാത്രം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കാര്യം പറഞ്ഞിട്ട് അച്ഛൻ അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് പോകാൻ നേരം ഒരു കവറ് എൻ്റെ കയ്യിലോട്ട് വെച്ച് തന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു പരിചയമില്ല, ഒരു ബന്ധവും ഇല്ല. പക്ഷേ ഇപ്പൊ ഞാൻ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ചൻ ഞാൻ അപ്പച്ചനെ ആദ്യം കാണുകയാണല്ലോ, അപ്പച്ചൻ എന്താ ഇത്രമാത്രം ഒരു സ്നേഹം എന്നോട്? അത് അച്ഛനോട് മാത്രമല്ല, ദൈവത്തിന്റെ അഭിഷിക്തന്മാരോടൊക്കെ ഇതുപോലെയുള്ള കരുതൽ ഞാൻ കാണിക്കാറുണ്ട്. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ദൈവത്തിന് നേരിട്ട് കൊടുക്കാൻ കഴിയുന്നത് ഇങ്ങനെയൊക്കെയാ. കാരണം ദൈവം തമ്പുരാൻ എനിക്ക് തന്നു. അതുകൊണ്ട് ആ ഒരു സന്തോഷം നിങ്ങളും ഒപ്പം ഒന്ന് പങ്കിട്ടതേ ഉള്ളൂ. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഒരുപക്ഷെ പലപ്പോഴും ഞാൻ നിങ്ങൾ ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ കൊടുക്കേണ്ട കടമകൾ നാം മറന്നു പോകാറുണ്ടോ? ആത്മാർത്ഥമായി ചിന്തിക്കുക. ഇവിടെ ഇതാ ഈ സാരഫാത്തിലെ വിധവ, അവളുടെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ അനുഗ്രഹം തന്നപ്പോൾ ദൈവത്തെ മറക്കുന്നില്ല. പ്രവാചകനെ ആ ഭവനത്തിൽ അവൾ ചേർത്ത് നിർത്തുകയാണ്. മാത്രമല്ല അവളുടെ കുടുംബത്തെയും അവൾ മറക്കുന്നില്ല. കുടുംബത്തിനും ക്ഷാമകാലത്ത് അവൾ ഒരു സഹായം ആയി മാറുകയാണ്. ഞാൻ നിങ്ങൾ ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ അനുഗ്രഹം നൽകുമ്പോൾ ദൈവത്തെ മറന്നു പോകരുത്. ഒരു സംഭവം കൂടെ ഞാൻ പറയാം. ഈ കോവിഡിന്റെ കാലത്തുണ്ടായതാണ്. കോവിഡിന്റെ കാലത്ത് ഈ ചെങ്ങന്നൂർ മേഖലയിലൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം കയറി. അച്ഛൻ ഓർപ്പിച്ചല്ലോ, ഞാൻ ഭദ്രാസന സെക്രട്ടറി ആയിരുന്നു. ഞങ്ങൾ ആ ഭാഗത്തു നിന്നൊക്കെ വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ ശേഖരിച്ച് ചെങ്ങന്നൂര് നമ്മുടെ അച്ഛന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് അവിടെയൊക്കെ കൊണ്ടുകൊടുക്കുമായിരുന്നു. യുവന പ്രസ്ഥാന പ്രവർത്തകരും സമാജം പ്രവർത്തകരും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു ദിവസം ബസ്സിൽ ഇങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ അച്ഛന്മാർ പറഞ്ഞു, ചെപ്പുത്തങ്കാവ് പള്ളിയുടെ ഭാഗത്ത് വെള്ളം ഇറങ്ങി, അവിടെ നിന്ന് പോയാൽ നല്ലതായിരുന്നു. ഞങ്ങൾ അന്നേരം വണ്ടിയിൽ അവിടെ ചെന്നു. പള്ളിയുടെ അടുത്ത് വരെ പോകുകയില്ല, ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ ഇപ്പുറം വരെ ഉള്ളൂ. പിന്നെ ഇറക്കം അവിടെ വെള്ളം. ഞങ്ങൾ അവിടെ വണ്ടി നിർത്തിയിട്ടിട്ട് ഈ പൊതിയൊക്കെ എടുത്ത് ഇങ്ങനെ ക്രമീകരിച്ച് വെച്ചു. ആരെങ്കിലും ഉണ്ടെങ്കിൽ വരെ വണ്ടിയുടെ ഹോണൊക്കെ അടിച്ചപ്പോൾ ഉൾപ്രദേശത്ത് നിന്ന് ആളുകൾ വന്നു. അവർ പറഞ്ഞു, ഇന്നലെ വൈകിട്ട് മുതൽ വെള്ളം ഇറങ്ങാൻ തുടങ്ങി. ഞങ്ങൾ രാവിലെ വന്നു. ഏതാണ്ട് ഒരാഴ്ചയിലധികമായി, 2 ആഴ്ചയോളമായി ഞങ്ങൾ വീട് വിട്ട് പോയിട്ടിട്ട് വല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് അവർ ഓരോന്നൊക്കെ വാങ്ങിച്ച് ക്ലീൻ ചെയ്യാനുള്ള തുണി, മാറി ഉടുക്കാനുള്ള തുണിയും ആഹാരവും ഒക്കെ എടുത്തുകൊണ്ട് പോയി. അപ്പോഴാണ് ആ റോഡിന്റെ കരകളിൽ ഈ സൈഡിലും വലിയ വീടുകളാണ്. അവിടെ പ്രായമായ 1-2 അപ്പച്ചന്മാരൊക്കെ അവിടെ ഇവിടെ നിൽക്കുന്നു. ഞാൻ മെല്ലെ ചെന്ന് ചോദിച്ചു, എന്താ അപ്പച്ച, എങ്ങനെയുണ്ട്? ഓ, എന്ത് പറയാനാ അച്ഛാ. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? ഇങ്ങോട്ട് വരണ്ടായിരുന്നു എന്ന് തോന്നുക. കാരണം 2 ആഴ്ചയായി പോയിട്ട് ബന്ധുക്കളുടെ വീട്ടിലായിരുന്നു. വെള്ളം ഇറങ്ങിയെന്നറിഞ്ഞ് രാവിലെ വന്നതാ. പക്ഷെ മുറ്റത്ത് പോലും കാലെടുത്ത് വെക്കാൻ നിവൃത്തിയില്ല. ചെളിയാ, മുട്ടപ്പം ചെളിയാ. ഇനി എങ്ങനെ അകത്തോട്ട് കയറും? അകത്ത് അതിനേക്കാട്ടിൽ ചെളിയാണ്. വല്ലാത്ത ദുർഗന്ധം അല്ലേ? ഞാൻ പറഞ്ഞു, വലിയ ബുദ്ധിമുട്ടായി. എന്നാലും നിങ്ങൾ വിഷമിക്കണ്ട, അതെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കിയത് ഒരു വീട്ടിലല്ലല്ലോ, എല്ലാ വീട്ടിലുമാണല്ലോ. നിങ്ങൾ വല്ലതും കഴിച്ചോ? ഇല്ലച്ചാ. ഞാൻ പറഞ്ഞു, 12:30 1 മണിയായല്ലോ, ഒരു പൊതി എടുക്കട്ടെ? അയ്യോ, അത് വേണ്ട, അത് നിങ്ങൾ പാവപ്പെട്ടവർക്ക് കൊണ്ടുവന്നല്ലേ. ഞാൻ പറഞ്ഞു, അല്ലച്ചാ, പാവപ്പെട്ടവർക്കല്ല, വിശപ്പുള്ളവർക്കാ. കാരണം ഈ മേഖലയിൽ എല്ലാവരും പ്രയാസമല്ലേ. അതുകൊണ്ട് നിങ്ങളുടെ പ്രയാസത്തിൽ ഞങ്ങൾക്കിതേ പറ്റുള്ളൂ. അതുകൊണ്ട് ധൈര്യമായിട്ട് വാങ്ങിച്ചോ. കാരണം ഇനി എപ്പോഴാണ് തിരിച്ച് വീട്ടിൽ ചെല്ലുന്നത്? ആ പൊതി വാങ്ങിയപ്പോൾ ആ പിതാവിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് നമ്മുടെ എല്ലാവർക്കും ഞങ്ങൾ കൊടുത്തു. കണ്ണുനീര് ഇങ്ങനെ ഉരുണ്ട് വീഴുകയാണ്. ഒരിക്കൽ പോലും അവരങ്ങനെ വിചാരിച്ചിട്ടില്ല. അപ്പോഴും അവരുടെ ഫ്രിഡ്ജിൽ ഒരാഴ്ചത്തേക്കുള്ള ആഹാര സാധനങ്ങളുടെ ഉപയോഗിക്കാൻ നിവൃത്തിയില്ല എങ്കിലും ഞാൻ നിങ്ങൾ ഓർക്കുക, അദ്ദേഹം പറയുകയായിരുന്നു, അച്ഛാ, ഇനി എവിടെങ്കിലും ഒക്കെ ഇതുപോലെ ആവശ്യം വന്നാൽ ഞങ്ങളെ വിളിക്കണം, മറക്കരുത്, മടിക്കരുത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ സഹായം ഞങ്ങളും മറക്കുകയല്ല. ഞാൻ നിങ്ങൾ ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന നന്മയുടെ ഫലം ഒരിക്കലും നമ്മൾ അനുഭവിക്കാതെ പോയില്ല. നന്മയുടെ ഫലം നന്മയായി തന്നെ അനുഭവിക്കും. അച്ഛനെന്ന ആമുഖത്തിലെ കഥ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുക, ഈ ഞാൻ പറയാൻ പോകുന്ന പ്രസംഗം മനസ്സിലാക്കിയിട്ടാണോ അച്ഛൻ പറഞ്ഞതെന്ന്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മ ചെയ്താൽ ആ നന്മയുടെ ഫലം നമ്മുടെ തലമുറയെങ്കിലും അനുഭവിക്കുന്ന നിശ്ചയമാണ്. അതുകൊണ്ട് ഇതാ സാരഫാത്തിൽ അനവധി വിധവമാരുണ്ടായിരുന്നു. ഈ വിധവയുടെ അടുക്കിലേക്ക് ദൈവം ഏലിയാ പ്രവാചകനെ അയച്ചതിന്റെ 6ാമത്തെ കാരണം അവളുടെ ജീവിതത്തിൽ ലഭിച്ച നന്മ മറ്റുള്ളവരുമായി പങ്കിടുവാൻ മനസ്സുള്ളവളായിരുന്നു. കുടുംബാംഗങ്ങളുമായി, അഭിഷിക്തരുമായി, ദൈവവുമായി പങ്കിടുവാൻ മനസ്സുള്ളവരായിരുന്നു. അതെ, നമ്മൾ പാടാറുണ്ട്,
ക്ഷണമേറ്റു സാരഫാത്തിൽ സഹിച്ചിടയിലും മരിക്കുവാനൊരുക്കമായി ഈരും നീടിലും. ക്ഷാമമേറ്റു സാരഫാത്തിൽ സഹിച്ചിടയിലും മരിക്കുവാനൊരുക്കമായി ഈരും നീടിലും. കലത്തിലെ മാവുലേശം കുറയുകില്ല, നിന്റെ കലശത്തിൽ എണ്ണ കവിഞ്ഞൊഴുകിടുമേ. കലത്തിലെ മാവുലേശം എന്റെ കലശത്തിൽ എണ്ണ കവിഞ്ഞ്. അതെ, ജീവിതത്തിൽ സങ്കടഭാരങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, ദുഃഖമുണ്ട്, യുദ്ധമുണ്ട്. പക്ഷെ ഞാൻ നിങ്ങൾ ഓർക്കുക, സാരഫാത്തിൽ അനവധി വിധവമാരുണ്ടായിരുന്നു. പക്ഷേ ആ വിധവയുടെ അടുക്കിലേക്ക് ദൈവം പ്രവാചകനെ അയച്ചെങ്കിൽ അവൾക്ക് എന്താ ഇത്ര വലിയ പ്രത്യേകത? 6 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്, അതെ, ഇല്ലായ്മ, അവൾ ദൈവത്തിന്റെ വഴിയിൽ തന്നെ ആയിരുന്നു. നമ്മെ ദൈവം ദൈവത്തിന്റെ വഴിയിൽ ആക്കി വെച്ചിരിക്കുകയാ. അതിൽ നിന്ന് മാറിപ്പോകുവാൻ നമുക്ക് അനുവാദമില്ല. അനുഗ്രഹമായിരിക്കുന്നത് നാം ദൈവത്തിന്റെ വഴിയിലായിരിക്കുമ്പോഴാ. നമ്മുടെ ജീവിതത്തിൽ ഇല്ലായ്മയിലും മറ്റുള്ളവരെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവസാനത്തെ ശ്വാസം വരെ നന്മയുടെ കരങ്ങൾ നീട്ടുവാൻ നമുക്കിടയായാൽ അതിൻ്റെ അനുഗ്രഹം അനുഭവിക്കാതെ നാം ഒരിക്കലും കടന്നു പോകുകയില്ല. മൂന്നാമതായിട്ട്, അതെ, അവളുടെ ജീവിതത്തിൽ സൗമ്യമായിട്ട് മറ്റുള്ളവരോട് ഇടപെടുന്നത്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാരെന്ന തിരുവചനം പറയുന്നത്. ഈ നോമ്പ് സൗമ്യതയുടെ പാഠം നമ്മെ പഠിപ്പിക്കുന്നതാ. നാലാമതായിട്ട്, ഉചിതമായ സമയത്ത് ഉചിതമായ ഇടത്ത് അഭിഷിക്തന്റെ മുമ്പാകെ അവളുടെ സങ്കടം മുഴുവൻ പറയുന്നു. നമുക്ക് സങ്കടം പങ്കുവെക്കുവാൻ ഒരു ദൈവമുണ്ട്. മരക്കുരിശിൽ മരിച്ചുയർത്തവൻ, നമ്മുടെ സങ്കടം കേൾക്കാമെന്ന് വാക്ക് തന്നവൻ, അവന്റെ സന്നിധിയിൽ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ചാൽ കണ്ണുനീരിനെ മറികടക്കുന്ന ഒരു ദൈവമല്ല. അഞ്ചാമത്തത് നാം കാണുന്നുണ്ട്, അതെ, ഉചിത ദൈവകൽപ്പന വിചിന്തനം കൂടാതെ അനുഷ്ഠിക്കുന്നു. അവളുടെ ബുദ്ധിയൊന്നും ഉപയോഗിക്കുന്നില്ല, എന്താകുമെന്നൊന്നും ചിന്തിക്കുന്നില്ല. എന്താണോ എന്നോട് ദൈവം കൽപ്പിച്ചത് അതേപടി അവൾ അനുസരിക്കുക. അതെ, അവളുടെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടായപ്പോൾ ലഭിച്ച നന്മ മറ്റുള്ളവരുമായി പങ്കിടുന്നു. ദൈവസന്നിധിയിലും കുടുംബാംഗങ്ങളും പങ്കിട്ട് ആ അനുഗ്രഹത്തിന്റെ ആയുസ് അവൾ നീട്ടിയെടുക്കുക. ലഭിച്ച അനുഗ്രഹം പങ്കിടുമ്പോഴാ അത് ജീവിതാന്ത്യം വരെ നീണ്ടു നിൽക്കുന്നത്. ആ ലഭിച്ച അനുഗ്രഹത്തിന്റെ ആയുസ് ആ പങ്കിടിയിലൂടെ നീട്ടിയെടുക്കുന്ന വിധവയെ നാം കാണുന്നു. യേശുതമ്പുരാൻ തന്റെ സമകാലികരോട് പ്രസംഗിച്ചു. അതെ, ഏലിയാവിന്റെ കാലത്ത് 3 ആണ്ട് 6 മാസവും ദേശത്ത് ക്ഷാമമുണ്ടായി. സീദോനിലെ സരപ്തിയിൽ അനവധി വിധവമാരുണ്ടായിരുന്നു. ഒരു വിധവയുടെ അടുക്കിലേക്കല്ലാതെ മറ്റാരുടെ അടുക്കിലേക്കും ദൈവം ഏലിയാ പ്രവാചകനെ അയച്ചില്ല. ഞാൻ നിങ്ങളും ഓർക്കുക, സാരഫാത്തിലെ സരപ്തയുടെ ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവം തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി രക്ഷിക്കുന്നവനാ. നമ്മയും വിടുവിക്കും, ജീവന്റെ വഴിയെ നമ്മയും നടത്തും. ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനുവേണ്ടി എന്നെ ക്ഷണിച്ച ഏറ്റവും പ്രിയപ്പെട്ട ഷിജു ബേബി അച്ഛനോട് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഞാൻ ഓർക്കുകയായിരുന്നു, എൻ്റെ കുഞ്ഞുനാളിൽ ഞങ്ങളുടെ ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്ക് നേർന്നുല്യ തങ്കച്ചാനെയൊക്കെ ആരോഗ്യത്തോടെ വീണ്ടും കാണുവാൻ ദൈവം കൃപ തന്നതില്ല. അതോടൊപ്പം തന്നെ ഈ ഭവനവാസികളോട് ശ്രദ്ധയോടെ കേട്ടിരുന്ന നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്നെ കുടുംബത്തെയും ശുശ്രൂഷയും ഒക്കെ ഓർക്കണമേ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വാക്കുകൾ ഉപസ്മരിക്കുന്നു. ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.